അഭിനവ് കൃഷ്ണ എന്ന് പറഞ്ഞാണ്. അഭിനവ് ഗോൻസിദ്ധർ. അടുത്ത ഇയാളും അഭിനവ്. കൃഷ്ണ ഇല്ല. അപ്പൊ അയാളല്ലേ മുമ്പ് കൊടുക്കും. കൃഷ്ണ പിന്നല്ലേ മനസ്സിലാണല്ലോ. ആ അഭിര എന്നിട്ട് മുന്നിലാകുന്നത് എങ്ങനെയെങ്കിലും ബാക്കിൽ എത്തിക്കാൻ വെച്ചിട്ടാണ് ഞാൻ ഒരു പ്ലാൻ ചെയ്തത്. വികൃതി കാണിച്ചാൽ എന്റെ കുമ്പ ഞാൻ ഉള്ളിലേക്ക് എത്തിക്കുന്നു. ഇവിടെ നിർത്തി കൂട്ടി അവിടെ പയ്യ അനങ്ങാണ്ടിരുന്നോ. ആ ആദർശ് അതൊക്കെ മാറ്റി വെച്ചോ. എന്റെ ബുക്ക് പിന്നെ എടുക്കാം. എന്താ സ്പെല്ലിംഗ് ആദ്യത്തെ? ഇയാളുടെ എന്താ? ഏതാ ആദ്യം വരിക? പോലും പോയിട്ടു ഉറക്കെ പറയും. പോരാ പോരാ ഉറക്കെ. ആ ഗുഡ്. ഉറക്കെ പറയാൻ പഠിക്കുക. എന്താ ഈ കുഴപ്പം? പതുക്കെ പറയണേ. അനന്തകൃഷ്ണൻ. അർണവ്. ആ ഇത് ഒഴിപ്പിക്കോ. അടുത്ത ലൈൻ അങ്ങേയറ്റം ഒരു ഓർഡർ ഉണ്ടായി അത് നടക്കില്ല. അപ്പൊ മാറ്റോളൂ. പേര് പേര് കേട്ടില്ല. ഓക്കെ നിങ്ങൾ വിചാരിച്ച എന്താ എന്തെങ്കിലും ഒരു സബ്ജക്ട് എടുത്ത് ചടപടാൻ ഞാൻ പഠിപ്പിച്ചോണ്ടിരിക്കും. അല്ല, നിങ്ങളുടെ ബേസിക് സ്വഭാവം മാറ്റണം. പഠിക്കാൻ പഠിക്കുക, സംസാരിക്കാൻ പഠിക്കുക, ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുക. ഓരോ ചെറു ചെറു വസ്തുവിലും വിരൽ തൊട്ട് തൊട്ടങ്ങ് ചോദിക്കൂ, എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക്? മനസ്സിലാണല്ലോ. എന്താ നിങ്ങളുടെ പുതിയ ആയുധം? പുത്തനൊരായുധമാണു നിനക്ക്, പുസ്തകം കയ്യിലെടുത്തോളൂ. എന്താ കയ്യിലെടുക്കേണ്ടത്? പുസ്തകം. കയ്യിലെടുത്ത് പുസ്തകം എടുക്കണം. എന്തെന്ന ധീരത! നിങ്ങൾക്ക് ധൈര്യമില്ല, അതുകൊണ്ടാ വാക്ക് വരാത്തത്. പതുക്കെ പറയുന്ന ആള് ധൈര്യമില്ലാത്തവരാണ്. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ആരെങ്കിലും ചോദിക്കുമ്പോൾ പതുക്കെ ഉത്തരം പറയാം. ആണോ അല്ലയോ? ധൈര്യം ഉണ്ടെങ്കിലോ ഉറക്കെ പറയും. എന്തെന്ന ധീരത! ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാവണം ഇപ്പോൾ തന്നെ. എന്തിന്? ആജ്ഞാശക്തിയായി മാറിയിടാൻ. ആജ്ഞാശക്തിയാ. എനിക്കിത് വേണം എന്ന് കൃത്യം പറയാൻ അറിയാം. ആ സ്വഭാവത്തിലേക്ക് നിങ്ങളുടെ പഠനം മാറണം. മനസ്സിലായോ? ആര് മാറ്റും? വേറെ ആർക്കും മാറ്റാൻ പറ്റില്ല. നിങ്ങൾക്കേ നിങ്ങളെ മാറ്റാൻ പറ്റൂ. ഇപ്പൊ തീരുമാനിക്കാം, മാറണമോ? ഈ 2 ദിവസം എൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നിങ്ങൾ മാറുക? ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ ഇതുവരെ. ഉണ്ടോ? അപ്പൊ മാറും എന്നുള്ള ചാൻസ്. സോ ആസ്ക്. അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കൂ, നമുക്ക് എന്ത് ചോദിക്കാം? എവിടെ പേനയും പേപ്പറും? അവനവൻ്റെ എടുക്കുക. കളക്ട് ഇറ്റ്. ഈ പേനയുണ്ട് ടക്ക് ടക്ക് നാക്കിട്ട് ശബ്ദം കേൾക്കരുത്. അനാവശ്യമായിട്ടുള്ള എല്ലാ ശബ്ദവും നിർത്തുക. ബി ഫോക്കസ്ഡ്. അടുത്തിരിക്കുന്ന ആളോടൊക്കെ ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചോദിക്കാൻ പറ്റും? റൈറ്റ് സം 10 questions. ഞാൻ ഇന്നലെ പറഞ്ഞു കുറെ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് വരണം. പറഞ്ഞോ? ആരെങ്കിലും എഴുതിയോ? എഴുതിയോ?
അപ്പൊ പറഞ്ഞ പണിയൊന്നും ചെയ്യില്ല. ഞാൻ പറഞ്ഞു രാവിലെ എഴുന്നേറ്റിട്ട് കുറെ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് വരിക. കമ്മ്യൂണിക്കേറ്റ്. ഫ്രിക്ഷൻ കയറുമ്പോൾ മാത്രല്ല, അത് ഞാൻ പറഞ്ഞു ഒരു പ്രത്യേക വെയിറ്റ് ആണ് അവിടെ ആ ഓർബിറ്റിലേക്ക് എത്തിക്കുന്നത്. ഒരു പ്രത്യേക വെയിറ്റുള്ള സാധനം ആ ഓർബിറ്റിലേക്ക് എത്തും. ഓക്കെ, നിങ്ങൾ സാധാരണ ഒരു ചെറിയൊരു നൂലെടുക്കാം, അതിന്റെ മുകളിൽ ചെറിയൊരു ബോൾട്ടോ എന്തെങ്കിലുമൊക്കെ കിട്ടാം, ചെറിയ ബോൾട്ടോ ഇത് കറക്കാം, എന്നിട്ട് നല്ല സ്പീഡിൽ കറക്കിയിട്ട് അങ്ങോട്ട് വിടുക. അത് പോകുന്നതിനൊരു സ്പീഡുണ്ട്, ഒരു ദൂരമുണ്ട്. അതിന് പകരം കുറച്ചും കൂടി വലിയ വെയിറ്റ് ഉള്ളൊരു സാധനം, കുറച്ചും കൂടി കൂടുതലാണ്. മനസ്സിലായോ? അപ്പൊ വെയിറ്റ് ആണ് തീരുമാനിക്കുക ഈ ട്രജക്ടറി മോഷനിൽ എവിടെ പോയി എത്തും, ഏത് ഓർബിറ്റ് എടുക്കുന്നൊക്കെ, എത്ര ദൂരം പോകുന്നൊക്കെ. അതുപോലെ നമ്മൾ സാധാരണ ഒരു സാറ്റലൈറ്റ് അയച്ചാൽ അതിനകത്തൊരു ബാറ്ററി ഉണ്ട്, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ബാറ്ററി. അങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കണം, അവിടുത്തെ മെസ്സേജ് ഇങ്ങോട്ട് അയക്കണം, അതിനൊക്കെയുള്ള എക്യുപ്മെന്റിലുള്ള ഒരു ബാറ്ററി അതിനകത്തുണ്ടാവും. എല്ലാത്തിനും ഉണ്ട്, എല്ലാ സാറ്റലൈറ്റിനും ബാറ്ററി ഉണ്ട്. പക്ഷെ ആ ബാറ്ററിക്ക് ഒരു ലൈഫ് ഉണ്ട്. സാധാരണ ഒരു ബാറ്ററി 3-4 വർഷമൊക്കെ നിൽക്കുള്ളൂ. അപ്പൊ സാറ്റലൈറ്റിന്റെ ബാറ്ററി തീർന്നാൽ എന്ത് ചെയ്യും? നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. അത് തിരിച്ചു കൊണ്ടുവരാൻ അതിനേക്കാളും ചെലവാണ്. എന്ത് ചെയ്യും? കൺട്രോൾ ഇല്ലാണ്ട് അവിടെ ഇവിടെയൊക്കെ പോകും അല്ലേ? അപ്പോഴും ഈ ഫ്രിക്ഷൻ അടിച്ചിട്ട് ചത്തുപോകും. ഇനി അത് ചത്തു പോകുന്നതിന് പകരം ചിലപ്പോൾ വേറെ വല്ല സാറ്റലൈറ്റിനെ ഇടിച്ചു കളയും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ബാറ്ററി തീരാറാവുന്നതിന് മുമ്പ് അതിനെ അവിടെ നിന്നും വേറൊരു ഓർബിറ്റിലേക്ക് ചാടിക്കും. എന്തിനാ ചാടിക്കണത്? ആ വെയിറ്റ് താങ്ങാൻ പറ്റാത്ത ഏതെങ്കിലും ഓർബിറ്റിലാണെങ്കിൽ അവിടുന്ന് അത് ഫ്രിക്ഷനോടുകൂടി ഓട്ടോമാറ്റിക്കായിട്ട് കത്തി നശിക്കും. അപ്പൊ നമ്മൾ കൊണ്ടുവരുമ്പോൾ മാത്രമല്ല, കൊണ്ടുവരാണ്ടിരിക്കുമ്പോഴും അതിനെയൊക്കെ അങ്ങനെ പറഞ്ഞു വിട്ടിട്ട് കൊല്ലും സാറ്റലൈറ്റ്. അങ്ങനെ അയക്കുന്ന ഓർബിറ്റിന്റെ പേരാണ് ഗ്രേവ് യാർഡ് ഓർബിറ്റ്. ഗ്രേവ് യാർഡ് എന്ന് പറഞ്ഞാൽ അറിയാമോ? ശവപ്പറമ്പ് ഓർബിറ്റ് എന്നാണ് അതിന്റെ പേര് തന്നെ. ഒന്നും എഴുതരുത് കേട്ടോ, ഇങ്ങനെ നോക്കി വായും തുറന്നിരിക്കുക. ഗ്രേവ് യാർഡ് ഓർബിറ്റ് എന്നാണ്. നിങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് മക്കളെ ഇങ്ങനെ പറയണത്. അല്ലാണ്ട് നിങ്ങളോട് എനിക്ക് വല്ല പൂർവ്വവൈരാഗ്യം ഉണ്ടോ? ദേഷ്യമുണ്ടോ? ഞാൻ നിങ്ങളോട് ഷൗട്ട് ചെയ്യുമ്പോഴും എൻ്റെ ഹാർട്ട് ബീറ്റ് ഒന്നും മാറില്ല, പേടിക്കണ്ട. ഓക്കെ, അങ്ങനെ ആക്കാൻ വേണ്ടി പറയുന്നതാണ്. കാരണം സാധാരണഗതിയിൽ കുറേ പറഞ്ഞു, 10 പ്രാവശ്യമല്ലേ ഒരാൾക്ക് പറയാൻ പറ്റുള്ളൂ. ചോദ്യം ചോദിക്കൂ, ഇങ്ങോട്ട് വരൂ, ഇരിക്കൂ, ഇതൊക്കെ കഴിഞ്ഞു. ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഇത് കുറേ മാറ്റം ഉണ്ടാവും. പക്ഷെ കുറേ കാലമുള്ളൊരു സ്വഭാവം പെട്ടെന്ന് ഒരു ദിവസം മാറ്റാൻ പറ്റും, അതും എനിക്കറിയാം. പക്ഷെ അങ്ങനെ ഒരാൾക്ക് മാറാൻ പറ്റിയാൽ ബാക്കിയുള്ളവർക്കും ഓ ഇയാൾ അങ്ങനെ പോകണമെന്ന് ഞാനും പോവാം. നിങ്ങളെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ? അല്ലെങ്കിൽ ആ പൊടിയൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് എൻ്റെ മുകളിൽ കുറെ വർത്തമാനം പറഞ്ഞുകൊണ്ട് പോയാൽ അല്ലേ സുഖം? അതല്ല എൻ്റെ ആഗ്രഹം. നിങ്ങളിൽ 2 പേർക്ക് 3 പേർക്കെങ്കിലും മാറ്റം ഉണ്ടായാൽ ഞാൻ രക്ഷപ്പെട്ടു കഴിയും. എല്ലാവരെയും മാറ്റാനൊന്നും നമുക്ക് പറ്റില്ല. 2-3 പേർക്ക്. ഇന്നലെ ആരോ ഒരാൾ ചോദിച്ചു എവിടെ ക്ലാസ് എടുത്തപ്പോഴാണ് സന്തോഷം ഉണ്ടായത്. ഞാൻ നാളെ പറയാം, ഇന്ന് പറയണ്ട, കുറച്ച് പറയാണ്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നാളെ പറയുള്ളൂ. കാരണം നിങ്ങൾക്കതുണ്ടോ എന്നറിയണം, അപ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാവും. ഐങ്കൊമ്പ് പാമ്പാടി അല്ല എന്താണ് അംബിക സ്കൂളിൽ വന്നപ്പോൾ ഗ്രേറ്റ് ആണെന്ന് തോന്നണം. എപ്പോൾ തോന്നണം? നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറേ സംഭവങ്ങൾ, എക്സ്പെക്ട് ചെയ്യുന്നതല്ല, ബാക്കി പല സ്ഥലത്തും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് എക്സ്പെക്ടേഷൻ വരിക. അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ എന്താ ഇല്ലാത്തത് കമ്പയർ ചെയ്യും. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ അങ്ങനെ കിട്ടിയിട്ടുള്ള ചില സ്ഥലങ്ങളൊക്കെ. അത് കുട്ടികൾ വലിയ ഗുണമുള്ളതാണൊന്നുമല്ല, അവിടെ പലരും ഗുണമുള്ള ആൾക്കാരുണ്ടായിരുന്നു. കമോൺ. ഈ
അത് ഓരോന്നിനും വ്യത്യാസമാണ്. 2-3 തരത്തിലുള്ള സാറ്റലൈറ്റുകളുണ്ട്. ഒന്ന് GPS, അത് 20,000 കിലോമീറ്റർ എർത്തിന്റെ മുകളിൽ. ഓക്കെ, ഇൻസാറ്റ് 36,000 കിലോമീറ്റർ. നമ്മുടെ സാധാരണ റിമോട്ട് സെൻസിങ് ഈ GPS-ലൊക്കെ ഗൂഗിൾ മാപ്പിലൊക്കെ ഉപയോഗിക്കുന്നു. അത് ഞാൻ ജോലിക്ക് പോയ കാലം 800 കിലോമീറ്ററിലൊക്കെ. ഞാൻ റിട്ടയർ ആകുമ്പോഴത്തേക്കും 20 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഇലക്ട്രോണിക്സിന്റെ ഒക്കെ വെയിറ്റ് കുറയും. പണ്ടുണ്ടായിരുന്ന വലിയ ഫോണും വലിയ TV ഒക്കെ ആയിരുന്നു, ഇപ്പോൾ ചെറുതായി വന്നു. അതുപോലെ സാറ്റലൈറ്റും പണ്ട് വലുതായിരുന്നത് കുറച്ച് കുറഞ്ഞു. അപ്പോൾ 890 പിന്നെ 900-ലൊന്നും വെക്കണ്ട, 500-ലൊക്കെ വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓരോന്നിനും ഓരോ ഗ്രേവിയേഡ് ഓർബിറ്റ് വ്യത്യാസമാണ്. കാരണം 900 ഉള്ളത് അവിടുന്ന് കുറച്ച് മുകളിലോട്ട് വിട്ടാൽ കത്തിപ്പോവും. 500-ലുള്ളതോ അവിടുന്ന് കുറച്ച് വിട്ടാൽ. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ ഗ്രേവിയേഡ് ഓർബിറ്റ്സ്. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കൂ, ഇയാളോട് എന്ത് ചോദിക്കാന്നുള്ളത്. ഹൗ ഷുഡ് ബി യൂസ്, ഇദ്ദേഹത്തെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റുക, നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, എങ്ങനെയാണ് എൻ്റെ പഠനം കുറച്ചും കൂടി സൗന്ദര്യപ്രദമാക്കുക, ഇഷ്ടമുള്ളതാക്കുക, എന്ത് ചോദിച്ചാലാണ്. സൗരയൂഥത്തിൽ സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന മെർക്കുറി അല്ലേ, പക്ഷെ ഏറ്റവും ചൂടുള്ളത് വീനസ് ആണ്. അതിന് കാരണം നിങ്ങളൊരു കാര്യം ചെയ്യാം. സാധാരണ ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു മെറ്റൽ, അതിന് പകരം ഒരു റബ്ബറിന്റെ ഇടാം. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു മരത്തിന്റെ വുഡൻ ബാഗ്. എന്നിട്ട് ചൂടിന്റെ അടുത്ത് ഞാൻ ദോശ ഇടാൻ പോവാന്ന് വിചാരിക്കും. ഓക്കെ, ഏതിനാ ചൂടാദ്യം അടിക്കാൻ? സ്വർണത്തിന് ഏറ്റവും കൂടുതൽ ചൂടടിക്കുക. കാരണം ഏറ്റവും നല്ല അട്രാക്റ്റീവ് ചെയ്യുന്ന മെറ്റല്, കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ കോപ്പർ, ഗോൾഡ്, സിൽവർ. അതൊക്കെ കഴിഞ്ഞിട്ട് അലുമിനിയം ആകുമ്പോൾ കുറച്ചും കൂടി ചൂട് വ്യത്യാസം ഉണ്ടാവില്ലേ? അപ്പോൾ ഓരോ ഗ്രഹത്തിന്റെ മുകളിലും ഏത് മൂലകങ്ങളാണുള്ളത്, അതിലേതൊക്കെയാണ് കെമിക്കൽസ് അതിന്റെ മുകളിലുള്ളത്, അതിനനുസരിച്ചിട്ടാണ് ചൂട് കൂടുക. ഇപ്പൊ ഇവിടെ നല്ല പോലെ മണ്ണുള്ള സ്ഥലമാണ്, നല്ല പാറയാണ്. എവിടെ ചൂടധികം ഉണ്ടാവും? പാറയുടെ മുകളിൽ. അപ്പോൾ സൂര്യൻ അടുത്തുണ്ടായിട്ട് ദൂരെ ഉണ്ടായിട്ടൊന്നും അർത്ഥമില്ല. അവിടെയുള്ള എന്താണോ അവിടെയുള്ള കോമ്പോണൻസ്, അതിനനുസരിച്ചിട്ടാണ് ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാവും. ടെമ്പറേച്ചർ മാത്രമല്ല, എൻ്റെ കളറും അതുകൊണ്ടാണ്. ഓരോ ഗ്രഹങ്ങൾക്കും വ്യത്യസ്തമായ നിറമുണ്ട്. എന്തുകൊണ്ടാണ് ആ നിറം? ഓരോ കല്ലുകൾക്കും വ്യത്യസ്തമായ നിറമുണ്ട്. എന്താ കാരണം? അതിലെ കെമിസ്ട്രി അനുസരിച്ചിട്ടാണ്. ഇയാളിട്ടിരിക്കുന്ന ഷർട്ടും അടുത്ത ആളിരിക്കുന്ന ഷർട്ടും തമ്മിൽ കളറിൽ ഡിഫറൻ്റ് ആണ്. എന്താ കാരണം? അതിൽ കെമിസ്ട്രി എങ്ങനെയാണ്. നിറം എന്ന് പറയുന്നത് എന്താ? കെമിസ്ട്രിയാണ്. ആ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ചൂട് കൂടുകയും കുറയുകയും ചെയ്യും. എന്തുകൊണ്ടാ കൊടകളൊക്കെ ബ്ലാക്ക് കളർ? അപ്പൊ ഏതാണോ കളറ് അതിനനുസരിച്ച് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവും, മൂലകങ്ങൾ വ്യത്യാസം ഉണ്ടാവും. നമ്മളോട് നോക്കുമ്പോൾ കാണുന്നതും വ്യത്യസ്തമായ കളറായിരിക്കും. ഏത് ആംഗിളിലാണെന്നനുസരിച്ച് മാറും. നല്ല പൂഴിമണ്ണ്, ഓക്കെ, കുറേ ദൂരത്ത് നിന്ന് ലൈറ്റ് അടിച്ചാൽ നോക്കുമ്പോൾ നമ്മൾ കുറേ സ്വർണം കൂട്ടി വെച്ചതാണോ. അങ്ങനെ ഒരു കവിത എഴുതിയിട്ട്, ഞാനല്ല, ശിഷ്യനും മകനും എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഞാനൊക്കെ പണ്ട് പഠിക്കുന്ന കോളേജ് കാലത്ത് പഠിച്ചതാണ്. അദ്ദേഹം ഇത് മികവുടയ കുബേരപട്ടണം. കുബേരപട്ടണം എവിടെയാണ്? കുബേരന്റെ നാട് ഹിമാലയത്തിലൊക്കെയാണ്. അവിടെ എല്ലാ താഴികക്കുടങ്ങളും എല്ലാ വീട്ടിന്റെ മുകളിലും സ്വർണമായിരുന്നു എന്നാണ് എഴുതുന്നത്. അതുകൊണ്ടാണ് അയാൾ വളരെ റിച്ച് ആയിട്ടുള്ള രാജാവായിരുന്നു, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം. ശരിക്കും അങ്ങനെയൊന്നും അല്ലത്. സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് നല്ല ഗോൾഡൻ കളർ വരും. അപ്പൊ ഈ താഴത്തിരിക്കുന്ന കവികളൊക്കെ എന്ത് വിചാരിക്കും? അതൊക്കെ വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ വീടാണ്. മനസ്സിലായത്? കവിസങ്കല്പാണ്. മികവുടെ കുബേര പട്ടണത്തിൽ സുകനകമാകിയ താഴികക്കുടങ്ങൾ. താഴികക്കുടങ്ങളൊക്കെ സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയത്. മെക്കനസ് ഗോൾഡ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ഇംഗ്ലീഷിൽ. അഫ്ഗാനിസ്ഥാൻ ഭാഗത്തൊക്കെ പോകുന്ന സമയത്ത് വലിയ ഗോൾഡിന്റെ കുഴിയാണെന്ന് തോന്നും. അത് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ഈവനിങ്ങിലൊക്കെ ആണെങ്കിൽ സൂര്യപ്രകാശം അടിച്ചിട്ട് ഗ്ലിറ്റർ ചെയ്യുന്ന പോലെ തോന്നും, തിളങ്ങുന്ന പോലെ തോന്നും. ഇതൊക്കെ കവിസങ്കല്പങ്ങളാണ്.
കലാകാരന്മാരുടെ സങ്കല്പങ്ങൾ. ഒരേ വെള്ളം, ഒരേ ആകാശം. രാവിലെ നോക്കിയാൽ നീലക്കളർ, ഉച്ചക്ക് നോക്കിയാൽ വെളുത്ത കളർ, വൈകുന്നേരം കുറച്ച് ചുവപ്പാണ്. എന്താ കാരണം? വിബ്ജിയോറിൽ റെഡ്, ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ റെഡാ കാണും. അപ്പൊ നിങ്ങൾ ആകാശം ചുവന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അർത്ഥം നിങ്ങൾ നോക്കുന്ന സ്ഥലമൊക്കെ പൊല്യൂഷൻ ഉള്ളതാണ്. രാവിലെ മുതൽ വണ്ടി ഓടും, രാത്രി അത്ര ഓടാറില്ല. അപ്പൊ രാവിലെ നോക്കുമ്പോഴുള്ള സൂര്യനല്ല വൈകുന്നേരം നോക്കുമ്പോൾ സൂര്യന്റെ കളർ. റിഫ്രാക്ഷൻ, റിഫ്ലക്ഷൻ, റേഡിയേഷൻ, ഒപ്പാക്ക്, ട്രാൻസ്പെറന്റ്, ഇത്തരം എല്ലാ വാക്കുകളും കേൾക്കുമ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് പഠിക്കാം. നല്ല ഭംഗിയുണ്ടെന്നല്ല പറയേണ്ടത്. നല്ല ചോന്ന ആകാശം എന്ത് ഭംഗിയാ എന്നല്ല പറയേണ്ടത്. നല്ല ചോന്ന ആകാശം എന്ത് പൊല്യൂഷനാന്നാ പറയുന്നത്. കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോഴേ അങ്ങനെ പറയാൻ പറ്റും. വീട്ടിലും ചെയ്യാം നിങ്ങൾക്ക് ഈ എക്സ്പെരിമെന്റ്. പറഞ്ഞുതരട്ടെ. നമ്മൾ സാധാരണ മൂണിനെ കാണുമ്പോൾ വ്യത്യസ്ത കളറിൽ കാണും. വെളുത്ത മൂൺ, ബ്ലൂയിഷ്, പിന്നെന്ത് കാണും? യെലോയിഷ്, റെഡിഷ് ഒക്കെ കാണും. ഓക്കെ, നല്ല ഒരു ടോർച്ച് ലൈറ്റ്, ഇരുട്ട് മുറിയിൽ ഒരു ടോർച്ച് ലൈറ്റ്, എൽ ഇ ഡി വൈറ്റ് ആണ് അല്ലേ? ഒരു നല്ലൊരു ബോക്സ് ഉണ്ടാക്കുക, കംപ്ലീറ്റ് ഡാർക്ക്, അല്ലെങ്കിൽ ഒരു മുറിയിൽ ഫുൾ ഡാർക്ക്, ടോർച്ച് ലൈറ്റ് അടിക്കുക. അപ്പോൾ വെളുത്ത ലൈറ്റ് പോകുന്ന കാണാം. ഫൈൻ. ഒരു 3 പാക്ക് സിഗരറ്റ് മേടിക്കുക. എന്നിട്ട് അതൊക്കെ കത്തിച്ചിട്ട് ഫൂ എന്ന് പറഞ്ഞ് ഊതുക. ഊതുമ്പോൾ നിങ്ങൾ കാണുന്നത് ബ്ലൂ കളറായി. എന്താ കാരണം? അത് പൊല്യൂഷനാണ്. ആണോ അല്ലയോ? ആ പൊല്യൂഷൻ പോകുമ്പോൾ നീലയാവും. അതുകൊണ്ടാണ് എല്ലാ പൊല്യൂഷനും ബ്ലൂ ആയിട്ട് കാണുന്നത്. ഗോട്ട് ഇറ്റ്? അല്ലെങ്കിൽ കുറച്ച് ചായ ചൂടാക്കിയിട്ട് അതിന്റെ താഴത്ത് വെക്കുക, ആ പോകുന്ന ബീമിൽ, അപ്പൊ കാണാൻ കളർ മാറും. ഏത് പുകയായാലും ഏത് ഈർപ്പമായാലും അതിൽ കളർ മാറും. ഇനി എന്ത് ചെയ്യാം? അതിൻ്റെ ഒരു ചെറിയൊരു ഗ്ലാസ് എടുത്തിട്ട് ആ ഗ്ലാസ്സിലൂടെ നല്ല നല്ല വെള്ളം, പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഒരു കളർ മാറ്റമുണ്ട്, കാരണം ഗ്ലാസും വെള്ളവും ഒക്കെ ഉള്ളത്. ഇനി അതിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് ഇളക്കാം, കളർ മാറും. മറ്റേടത്തൊരു പേപ്പർ വെക്കാം, ബ്ലാക്ക് പേപ്പർ, അപ്പോൾ കളർ മാറുന്നത് കാണാം. ഫൈൻ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി പൊല്യൂഷൻ കൂട്ടാം, കുറേ എന്തൊക്കെയോ കളറുകളൊക്കെ അതിനകത്ത് മിക്സ് ചെയ്യാം. ആ കളറല്ല നിങ്ങൾ കാണും, വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ. കുറേ പൊടി ഇടാം, ചായപ്പൊടി ഇടുക, കുറച്ച് സാൻഡ് ഇടുക. അത് പോകുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കാണാം ഈ കളറുള്ളത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്താ കാരണം? റിഫ്രാക്ഷൻ, റിഫ്ലക്ഷൻ, ട്രാൻസ്മിഷൻ ഒക്കെ മാറിക്കൊണ്ടേ. ഇങ്ങനെയാണ് ഫിസിക്സ് ഒക്കെ പഠിക്കുക. എക്സ്പെരിമെന്റിലോടുകൂടെ പഠിക്കുക. ഗുഡ്. ഈ കളർ വ്യത്യാസം കണ്ടുപിടിച്ചിട്ടുള്ള പാവപ്പെട്ട മനുഷ്യനാണ് അവിടെ തൂങ്ങിക്കിടക്കുന്നത്. ഈ എഫക്റ്റിനെയാണ് രാമൻ എഫക്റ്റ് എന്ന് പറയുക. അയാൾ 82-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. അവിടെ ജനിച്ചതും മരിച്ചതും എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അതും എഴുതി വെക്കണം, അപ്പോഴേ അത് പൂർണ്ണമാവും. അല്ലാണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കണമെന്ന് തെറ്റിദ്ധരിക്കില്ലേ നമ്മൾ? മനസ്സിലായോ? മരിച്ചവരുടെയൊക്കെ പടം വെക്കുമ്പോൾ എന്ത് ചെയ്യണം? ജനിച്ചത് എപ്പോഴാണ്, മരിച്ചത് എപ്പോഴാണെന്ന് കൂടി ബ്രാക്കറ്റിൽ എഴുതി വെക്കണം എന്നാണ് നിയമം. അങ്ങനെ സി വി രാമൻ കണ്ടുപിടിച്ചതാണ് രാമൻ എഫക്റ്റ് എന്നാണ് പറയുക. എന്താ പറയാ? അത് നിങ്ങളിപ്പോ വെച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ, വെള്ളം, ആ വെള്ളത്തിലൂടെ പാസ് ചെയ്യാം അല്ലേ? അത് കഴിഞ്ഞ് ബാറിൽ പോയിട്ടൊരു കുപ്പി മേടിക്കാം, എന്നിട്ട് അതുവഴി ഇങ്ങനെ പാസ് ചെയ്യാം. ഓരോ ബ്രാൻഡും നോക്കുക. ഓക്കെ, ഞാൻ ചെയ്തതല്ല, സി വി രാമൻ ചെയ്ത പണിയാൻ പറഞ്ഞു. ഓരോ ലിക്വിഡിലും വെളിച്ചെണ്ണ വരുമ്പോൾ എങ്ങനെയാണാവുക, മണ്ണെണ്ണയ്ക്ക് എന്താണ് വ്യത്യാസം ഉണ്ടാവുക, എല്ലാ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിക്വിഡുകളിലും ഇത്തരം എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഓരോ സംഭവത്തിനും വ്യത്യസ്തമായ കളറുകൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ച മഹാനാണ് അദ്ദേഹം. അതിനാണ് നോബൽ സമ്മാനം കിട്ടിയത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടില്ല, അതിന് ഓൾറെഡി അയാൾ എടുത്തു കഴിഞ്ഞു. ഇപ്പുറത്തിരിക്കുന്ന ആളോ? മോക്ഷകുണ്ടം വിശ്വേശ്വരയ്യ ആണോ? എം മോക്ഷകുണ്ടം എന്നാ പേര്, അത് പറയുന്നത് നിങ്ങൾക്കല്ലേ? മോക്ഷകുണ്ടം വിശ്വേശ്വരയ്യ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അയാളുടെ പേരിലൊരു എഞ്ചിനീയറിംഗ് കോളേജ് ബാംഗ്ലൂർ, അവിടെ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചിട്ടുണ്ട് പണ്ട്. സി വി രാമൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ പോയിട്ടുണ്ട്.
ഓക്കെ, ഈ കാണുന്ന 4 ആളും എനിക്കറിയുന്ന ആൾക്കാർ. ഇനി വേറെ ഏതെങ്കിലും റൂമിലിരുന്ന് വേറെ 4 ആൾ കാണിച്ചാൽ അവരുമായിട്ടുള്ള ബന്ധവും ഞാൻ പറയാം. ഓട്ടെ, മോക്ഷകുണ്ടം വിശ്വേശ്വരയ്യ ഞാനിപ്പോൾ താമസിക്കുന്ന ഹൈദരാബാദിലെ ഏറ്റവും നല്ല ബണ്ട് ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. ഗവൺമെന്റ് എഞ്ചിനീയർ ആയിരുന്നു. എഞ്ചിനീയേഴ്സ് ഡേ അയാളുടെ പേരിൽ ആഘോഷിക്കണം. സയൻസ് ഡേ അയാളുടെ പേരിൽ ആഘോഷിക്കണം. ഇയാളുടെ പേരൊന്നും അങ്ങനെ ഡേ വന്നിട്ടില്ല. ഇയാൾ ഡിക്ലെയർ ചെയ്തൊരു ഡേ ആണ് മാത്തമാറ്റിക്സ് ഡേ. അദ്ദേഹം ഇനോഗറേറ്റ് ചെയ്താണ് രാമാനുജത്തിന്റെ വീട്ടിൽ അയാളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. അദ്ദേഹം തുടങ്ങിയതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്. അദ്ദേഹം ഉണ്ടായിരുന്നത് സ്പേസ് ഡിപ്പാർട്ട്മെന്റിലല്ല, അറ്റോമിക് എനർജിയിലായിരുന്നു. അദ്ദേഹം ഗുജറാത്തുകാരനാണ്. ഇയാൾ രാമേശ്വരം ആ ഭാഗത്താണ്, കുംഭകോണത്താണ് വീട് അദ്ദേഹത്തിന്. CV രാമൻ ജോലി ചെയ്തത് ആദ്യം അക്കൗണ്ടന്റ് ആയിട്ടാണ് കൽക്കട്ടയിൽ. IRS ആയിരുന്നു, ഗവൺമെന്റ് സർവീസിലായിരുന്നു. ICS ഇന്ത്യൻ സിവിൽ സർവീസിലായിരുന്നു. ഓക്കെ, തമിഴ്നാട്ടുകാരനാണ്. ഇദ്ദേഹം കർണാടകക്കാരനാണ്, കന്നഡികയാണ്. അയാൾ മൈസൂർ ദിവാനായിരുന്നു, മൈസൂർ പാലസിലെ എംപ്ലോയി ആയിരുന്നു. എപ്പോഴും കൃത്യനിഷ്ഠയുള്ള ഒരാളാണ്. അദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് എല്ലാവർക്കും വാച്ച് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. കറക്റ്റ് സമയത്താണ് പോവുക. കൃത്യനിഷ്ഠയുള്ള മനുഷ്യനായിരുന്നു. കുറെ പഠിക്കാണ്ട് ഇവരെ കുറിച്ചൊക്കെ. ഇത് വെറുതെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ അത് കണ്ടിട്ട് കാര്യമില്ല. ഗൂഗിൾ ചെയ്യും മക്കളെ, എന്തൊക്കെ പഠിക്കാന്ന് ആലോചിച്ചു. അത് പഠിച്ച് 4 ആൾക്ക് പറഞ്ഞു കൊടുക്കും കൂടെയുള്ളവർക്ക്. എല്ലാ ദിവസവും വരുമ്പോൾ പുതിയ കുറെ നോളജ് ഉണ്ടാക്കിയിട്ട് തൊട്ടടുത്തുള്ള ആൾക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങളൊന്നും ആയിട്ടില്ലെങ്കിലും അയാൾ ആരെങ്കിലും ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഗമയിൽ പറയാം, ഞാൻ പഠിപ്പിച്ചിട്ട് അയാളിങ്ങനെയാണ്. മനസ്സിലായോ? അതാണ് വേണ്ടത്. സ്റ്റാർട്ട് ഫ്രം ടുഡേ. എന്ത് ചെയ്യണം? പുത്തനൊരായുധമാണു നിനക്കി, പുസ്തകം കയ്യിലെടുത്തോളൂ, എന്തിന്ന ധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം. മനസ്സിലാവുണ്ടോ? ഡു സ്റ്റാർട്ട്. യാ ഓരോന്നിനും ഓരോ പേരുകൾ ഇടുന്ന സമയത്ത് ആ പ്രോജക്റ്റിൽ ആദ്യത്തെ സീരീസ്, ലീനിയർ സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. PSLV എല്ലാം എന്താന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് എനിക്കറിയില്ല, നോക്കേണ്ടി വരും. ലഗ്രാഞ്ച് 1 ആണ്, അറിയില്ലേ? ആദിത്യ എന്ന് പറയുന്നതിന്റെ ഒരു സമയത്ത് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മോഡൽ ഉപയോഗിച്ചിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു തിയറം പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, ഏതോ കണ്ടിട്ടുള്ള തിയറി പ്രൂവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ടാണ് PSLV 1, 2, 3, 4 ആ ക്രമത്തിലാണ്. ആ സീരീസിൽ ആദ്യത്തേതാണ്. ഓക്കെ, ആദിത്യ എന്ന് പറഞ്ഞാൽ സൂര്യൻ. പക്ഷെ സൂര്യനിലേക്ക് പോവില്ല. എവിടെയാ പോവാ? അതിന്റെ ഒരു ലിമിറ്റിൽ പോയിട്ട് അവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നത് ആ ആംഗിളിനെയാണ് ചിലപ്പം ലഗ്രാഞ്ച്, അല്ലെങ്കിൽ ആ ഓർബിറ്റിനെയാണ്. ആ പോയിന്റാണ് ഞാൻ പറഞ്ഞു. ആ ആംഗിളിനെ ആ പോയിന്റിൽ നോക്കിയാലേ അത് കാണാൻ പറ്റുള്ളൂ കൃത്യമായിട്ട്. അതിൽ കുറച്ചും കൂടി വേറെ സ്ഥലത്ത് പോയാൽ വേറൊരു ആംഗിളിൽ വേറെ സ്ഥലത്ത് വെച്ചാണ് കാണാൻ പറ്റുക. ഇനി അടുത്ത ചോദ്യം ഞാനത് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഒരു ക്വസ്റ്റനായിട്ട് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ആ പോയിന്റിൽ എന്തുകൊണ്ടാണ് ലഗ്രാഞ്ച് എന്ന് വെച്ചാലോ ഞാൻ അടുത്ത ചോദ്യം വരും. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ സേഫായിട്ട് അങ്ങനെ പറഞ്ഞത്. ആ പോയിന്റ് ആണെന്ന് എനിക്കറിയാം. ഒരു സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ ആ പോയിന്റ്, ആ സീരീസ്, അവിടെ കുറേ പേര് ഒബ്സർവ് ചെയ്യും. ഓക്കെ, ഇനി അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ വന്നിട്ട് ചെയ്യുന്നുണ്ട്. ഒബ്സർവേറ്ററീസ് ഉണ്ട്. ഫിസിക്സ് നല്ലപോലെ പഠിച്ചാൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന നാഷണൽ ഫിസിക്കൽ ലാബോറട്ടറി, NPL, നാഷണൽ ഫിസിക്കൽ ലാബോറട്ടറി. ആ ലാബോറട്ടറികളുടെ ഭാഗമായിട്ട് ഒബ്സർവേറ്ററീസ് ഉണ്ട്. എന്തുണ്ട്? ആ ഒബ്സർവേറ്ററീസ് പോയിട്ട് ലോകത്തെ കംപ്ലീറ്റ് സാധനങ്ങൾ നോക്കാം. ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ പോയി, കഴിഞ്ഞ വർഷം പോയി. ആ സ്ഥലത്തിന്റെ പേരാണ് മൗണ്ട് അബു. മൗണ്ട് എന്ന് പറഞ്ഞാൽ മല, മലയുടെ മുകളിലുള്ള പോയി നോക്കുക. അവിടെ വലിയൊരു ഒബ്സർവേറ്ററിയിൽ പോയിരുന്നു. അവിടെ പോയിരുന്നു. അവിടെ എൻ്റെ ഒരു സ്റ്റുഡന്റ് വർക്ക് ചെയ്തു. ഫൈൻ.
അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ വലിയ ടെലസ്കോപ്പ് കാണും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലസ്കോപ്പ് ഒക്കെ അവിടെയാണ്. അത് ഈ മുറിയേക്കാളും വലുപ്പമുണ്ടാവും. ടെലസ്കോപ്പ് എന്ന് പറയുന്നത് ഈ മുറിയുടെ ഒരു 10 ഇരട്ടി വലുപ്പമുണ്ടാവും. ആ സാധനം മുകളിലേക്ക് വലിയൊരു ഡൂം പോലെ തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കൂടി നോക്കുന്ന വലിയ ഇലക്ട്രോസ്കോപ്പ്, മൈക്രോസ്കോപ്പ്. എന്നിട്ട് അത് കംപ്ലീറ്റ് കമ്പ്യൂട്ടർ അതിനെക്കുറിച്ച് പഠിക്കും. എവിടേക്കാണ് അത്, എവിടെ വേണമെങ്കിലും കാണാം. ഏത് ഗ്രഹങ്ങളെയും സൂര്യനെയും ഒക്കെ കാണാൻ പറ്റുന്ന ടെലസ്കോപ്പുകൾ. അങ്ങനെ വേറെ എന്നുള്ളത് പൂനെയിലാണ്, അസ്ട്രോഫിസിക്സ്. ഇതൊക്കെ അസ്ട്രോഫിസിക്സ് ആണ് സബ്ജക്ട്. അസ്ട്രോണമി, അസ്ട്രോഫിസിക്സ് ലാബോറട്ടറീസ്. ലോകത്തിലെ ഏറ്റവും നല്ല ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സയന്റിസ്റ്റ് ഉള്ളതും പൂനെയിലാണ്. നർലേക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മഹാരാഷ്ട്രക്കാരനാണ്. ഹിന്ദു ന്യൂസ് പേപ്പറൊക്കെ ഇടയ്ക്ക് വായിക്കുകയാണെങ്കിൽ അയാളുടെ നല്ല ആർട്ടിക്കിളൊക്കെ വരുമായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ടുണ്ട് ഇങ്ങനെ. കമോൺ. എനിക്ക് അറിയാത്തൊരു ചോദ്യം നിങ്ങൾ ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കാം. അപ്പൊ കുറച്ചും കൂടി പഠിക്കാമല്ലോ. Come on, come on. Yes, why Chandrayaan 3 is considered the most toughest one? Toughest. പോൾസിൽ എന്തുകൊണ്ടാണ് ടഫ് ആയിട്ട് വരുന്നത്? പോൾസിൽ ലാൻഡ് ചെയ്യാൻ എന്തുകൊണ്ടാണ് ടഫ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഞാനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം ചോദിച്ചോണ്ടാ. എന്നോട് ചോദിക്കും. ചന്ദ്രയാൻ 3 എന്തുകൊണ്ടാണ് ബാക്കിയുള്ള മൂണിൽ വേറെ എവിടെ ലാൻഡ് ചെയ്യുന്നതിനേക്കാളും പോൾസിൽ ലാൻഡ് ചെയ്യുന്നത്? ഓരോന്നിലും ഗ്രാവിറ്റി വ്യത്യാസമുണ്ട്, ഉണ്ടോ ഇല്ലയോ? നമ്മളിപ്പോ ഇവിടുന്ന് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗം ഇക്വേറ്റർ ആണ്. ആ ഇക്വേറ്ററിന് ഞാനൊരു സാധനം എറിയുന്ന സമയത്ത് താഴത്തേക്ക് പോവാം. ഞാൻ പറഞ്ഞല്ലോ, പോളിൽ നിന്ന് എറിയുമ്പോഴോ അതിന് കുറച്ചും കൂടി ഗ്രാവിറ്റി ഡിഫറൻസ് വരും, പോയിന്റ്സ് ഡിഫറൻസ് വരും. ഓരോ സ്ഥലത്തേക്കും ലാൻഡ് ചെയ്യുന്നതിനുള്ള മാത്തമാറ്റിക്സ് ഡിഫറെന്റ് ആണ്. നമുക്ക് ഒരു ചന്ദ്രയാൻ 1, 2 ഒക്കെ പോയി 1 ചെയ്തത് ആകെ അതിനെ ചുറ്റി നടക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഇപ്പൊ പറഞ്ഞിട്ടുള്ള സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്, പിക്ചർ എടുക്കുന്ന സാറ്റലൈറ്റ്, ഇതാണ് ഇക്വേറ്റർ എങ്കിൽ ഇങ്ങനെയാണ് കറങ്ങുന്നത്. ഇക്വേറ്ററിനെ ക്രോസ് ചെയ്തിട്ട് പോൾ ടു പോളാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഫൈൻ. വേറെ എന്നുള്ളത് ഇൻസാറ്റ് പറഞ്ഞു ഞാൻ 36,000. അത് ഭൂമി കറങ്ങുന്നതിനനുസരിച്ചിട്ട് പാരലായിട്ടാണ് കറങ്ങുക. അപ്പൊ എപ്പോഴും ഞാനിപ്പോ ടെലിഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ഇൻസാറ്റ് പോയിട്ട്, അല്ലെങ്കിൽ TV പ്രോഗ്രാം ഇൻസാറ്റ് വഴിയാണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്നത് ഇൻസാറ്റ് പോയിട്ട് കേരളത്തിൽ വരണം, വേണ്ടേ? അപ്പൊ എന്റെ സാറ്റലൈറ്റ് എപ്പോഴും എവിടെ വേണം? ഇന്ത്യയുടെ ബോർഡിൽ തന്നെ വേണം. അതുകൊണ്ടാണ് ഇൻസാറ്റ്, ഇന്ത്യയുടെ സാറ്റലൈറ്റ്. ആ ഇന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്നാണ്. അറബിക്കാർ ചെയ്തിട്ടുള്ളത് അറബ് സാറ്റ് എന്നാണ്. അവരുടെ രാജ്യത്തിന്റെ മുകളിലാണ് അത് വേണ്ടത്. അപ്പൊ ഭൂമി കറങ്ങുന്ന അതേ സ്പീഡിൽ ഇത് കറങ്ങണം. അതേ സ്പീഡ് പോരാ, അതേ സ്ഥലം നോക്കിക്കൊണ്ട് കറങ്ങണം. അപ്പൊ 36,000 കിലോമീറ്റർ ആകുമ്പോൾ ഭൂമി കറങ്ങുന്നതിനേക്കാൾ സ്പീഡ് പോണ്ടേ? ചെറിയ റൗണ്ടിൽ പോകുന്ന സ്പീഡ് പോരാ, വലിയ റൗണ്ടിൽ പോവാൻ. പക്ഷെ ഓരോ സമയത്തും ഇതിനെ
യെസ്, ഉറക്കെ. ഇങ്ങനെ പറയാൻ പറ്റും. പാടുള്ള ജോലി എന്ന് പറഞ്ഞിട്ട് പാടുള്ള ജോലി പറയാൻ പറ്റും? പാടുള്ളതാണെങ്കിൽ ഞാൻ ആ പണിക്ക് പോകും. പറ്റുന്നോണ്ടല്ലേ ആ പണി ചെയ്യണം. എനിക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അതിന് ബുദ്ധിമുട്ടില്ല, ഇഷ്ടമില്ലാത്തതാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എന്താണ് ബുദ്ധിമുട്ടുള്ളത് എന്നുള്ളതിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. എല്ലാ ജോലിക്കും ഡ്രൈവർക്ക് ഡ്രൈവറുടെ ജോലി ബുദ്ധിമുട്ടായിരിക്കും, ഡയറക്ടർക്ക് ഡയറക്ടറുടെ ജോലി ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഒന്ന് പഠിക്കാനുള്ള താല്പര്യം, അത് ഷെയർ ചെയ്ത് പഠിക്കാനുള്ള കഴിവ്. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് റോയിലുള്ള എല്ലാവരും എഴുന്നേക്കണം. എന്നിട്ട് നേരെ ഏറ്റവും ബാക്ക് പോകും. ഇരുപത് രാജ്യങ്ങളും അതിന്റെ ക്യാപിറ്റലും അറിയുന്നവരുണ്ടെങ്കിൽ ഫ്രണ്ട് ബെഞ്ച് വന്നിരിക്കും. 20 രാജ്യങ്ങളും അതിന്റെ ഇരുന്നോ അവിടെ. നോ സൗണ്ട്. ഇപ്പൊ എന്തിനാ നിങ്ങൾ രണ്ടുപേരും ബാക്കോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? 20 രാജ്യങ്ങളും അതിന്റെ ക്യാപിറ്റലും അറിയേണ്ടവര് മുമ്പിൽ വരിക. 10 രാജ്യങ്ങൾ അതിന്റെ ക്യാപിറ്റൽ, 10 രാജ്യങ്ങളും അതിന്റെ ക്യാപിറ്റൽസ്. വേഗം മുമ്പിൽ വന്നിരിക്കുക. പിന്നെ അതിന് വേറൊരാള് രണ്ടാമത് പറയേണ്ട കാര്യം. 10 എന്ന് പറഞ്ഞാൽ കൃത്യം 10 ആവണമെന്നില്ല, ക്ലോസ് ടു 10. എട്ട്, 9 അല്ലെങ്കിൽ കുറച്ച് മൂവി അടുത്ത് ആ ഒരു സീറ്റ് ഒഴിച്ചിട്ടൊന്നും ഇടരുത്. ക്രമം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വേണം. 9, 8 രാജ്യങ്ങളും ക്യാപിറ്റൽസ് അറിയുന്നവർ. നിങ്ങളുടെ സ്കൂളിന്റെ സ്റ്റാൻഡേർഡ് ഇപ്പൊ മനസ്സിലാവും. 7, 6 രാജ്യങ്ങളും അതിന്റെ ക്യാപിറ്റൽസ് അറിയുന്നവർ. 10ാം ക്ലാസ് എന്നുകൊണ്ട് ഒരു കാര്യമില്ല. 8 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, 6 എന്നുകൊണ്ടും കാര്യമില്ല. ഏകദേശം അറിയുന്ന ഒരു സംശയം ഉണ്ടെങ്കിലും വരാം, നോ പ്രോബ്ലം. നിങ്ങളെല്ലാവരും ഇപ്പൊ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാ പറയണത്. കുറച്ച് വളണ്ടിയേഴ്സ് വേണം. ആ വളണ്ടിയേഴ്സ് എന്തായാലും എനിക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ സ്കൂളിൽ പോയിട്ട് അവിടുത്തെ ടീച്ചേഴ്സിന്റെ ക്ലാസ്സിലെത്തുമ്പോൾ ഇതേപോലെ ചോദിച്ചു. ആകെ ഒന്നേ അറിയുള്ളൂ, ഇന്ത്യയെ മാത്രം. പലരും അങ്ങനെ. 3 രാജ്യങ്ങളും അതിന്റെ ക്യാപിറ്റൽസ് പറയുന്നവർ. Come on. രണ്ട് രാജ്യങ്ങളും അതിന്റെ ക്യാപിറ്റലാണ്. Come on. മതി, ഇത്രയും പേരെ വേണ്ടി. ബാക്കിയുള്ളവര് കൃത്യമായിട്ട് കേൾക്കുക, എഴുതരുത്. പേനയും പേപ്പറും ഒക്കെ വേണ്ട. പറയുന്നത് കേൾക്കുക, അത് ശരിക്കും ബൈഹാർട്ട് പഠിക്കുക. കാരണം കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ പോകും. ഇടയിൽ വർത്തമാനം പറഞ്ഞിട്ട് നിന്ന് കഴിഞ്ഞാൽ കൂനിച്ചിട്ട് ഇടിക്കും. നമ്പർ 1. നമ്പർ 2, ആരാണോ സംസാരിക്കുന്നത് അവരോടാണ് ചോദിക്കുക. ഇപ്പൊ സൈലന്റ് ആയിരുന്നാൽ ചിലപ്പോൾ ചോദിക്കാണ്ട് രക്ഷപ്പെട്ടു പോകും. ശരിക്കും ഇടിക്കും. ഇങ്ങനെ ഇടിക്കാം, കുനിച്ചിട്ടിട്ട് ഇങ്ങനെ ബാക്കിൽ ഇടിക്കും, നല്ലോണം വേദനിക്കും. ഓക്കെ, ഇപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ അറിയുന്നവർ ഇവിടെയും കുറഞ്ഞു കുറഞ്ഞു വന്നാൽ അവിടെയാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇയാൾ ഒരു രാജ്യവും അതിന്റെ ക്യാപിറ്റലും പറയണം. അടുത്ത ആള് ആ പറഞ്ഞതും ഒന്നുകൂടി ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്കും 8 രാജ്യവും 8 ക്യാപിറ്റലും അറിഞ്ഞിട്ടുണ്ട്. തിരിച്ചതുപോലെ പിന്നെ ഇയാൾ പറയണം. കാരണം ഇയാൾക്ക് 8 പറഞ്ഞു, ഒന്നുകൂടി എക്സ്ട്രാ അറിയാലോ, അതും കൂടി പറയാം. അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യും, ഡോണ്ട് വറി. അങ്ങനെ ആഡ് ചെയ്ത് 2 ട്രിപ്പ് പോകുമ്പോഴത്തേക്കും 16 എണ്ണം പഠിക്കാം. 5 മിനിറ്റേ വേണ്ടു. നിങ്ങളിത് വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ ഒരു 1/2 മണിക്കൂർ കൊണ്ട് 100-ലധികം രാജ്യങ്ങളും ക്യാപിറ്റലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഇതിപ്പോ ഞാനിപ്പോ ചെയ്ത് കാണിക്കുന്നത് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇന്നു മുതൽ കുറച്ച് ദിവസം ഇതൊരു പ്രാക്ടീസ് ആക്കുക. മനസ്സിലായോ? അങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത്.
റിപ്പീറ്റ്. അത് പഠിച്ചോളൂ, പഠിക്കണ്ട. പറയും ഒരു രാജ്യവും അതിന്റെ ക്യാപിറ്റൽ. ഇന്ത്യ ന്യൂഡൽഹി. ഉറക്കെ എല്ലാരും കേൾക്കണം, ലാസ്റ്റ് ഉള്ള ആളും കേൾക്കണം. ഉറക്കെ പറയാം. ആ, ഇന്ത്യ ന്യൂഡൽഹി, ഫ്രാൻസ് പാരീസ്. ഇന്ത്യ ന്യൂഡൽഹി, ഫ്രാൻസ് പാരീസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, വാഷിംഗ്ടൺ, USA, വാഷിംഗ്ടൺ DC. ഉറക്കെ അത് ഫുൾ പറയുന്നത് എന്താ? ലാസ്റ്റ് സൗണ്ട് കുറയണത്. വാഷിംഗ്ടൺ DC. വാഷിംഗ്ടൺ DC. ആ, ഇന്ത്യ ന്യൂഡൽഹി, ഫ്രാൻസ് പാരീസ്, USA വാഷിംഗ്ടൺ DC, ജർമ്മനി ബെർലിൻ. എല്ലാരും പഠിച്ചോളണം. റിപ്പീറ്റ് ചെയ്താലേ പഠിക്കുള്ളൂ. എഴുതുമ്പോൾ പഠിക്കുന്നുള്ള ധാരണ തെറ്റാ. പല പ്രാവശ്യം കേൾക്കുകയാണ്. നിങ്ങൾ ഉള്ളിൽ റിപ്പീറ്റ് ചെയ്യണം. കേൾക്കല്ല വേണ്ടത്, റിപ്പീറ്റ് ചെയ്യണം. ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. അടുത്താണ് ഇന്ത്യ ന്യൂഡൽഹി, ഫ്രാൻസ് പാരീസ്, USA വാഷിംഗ്ടൺ DC, ജർമ്മനി ബെർലിൻ, ചൈന ഹോങ്കോങ്. ചൈന ഹോങ്കോങ്. അതെപ്പം മാറ്റി? ചിരിക്കണ്ട, നിങ്ങൾ അതിനേക്കാളും മണ്ടന്മാരാ. പിന്നെ ഇതിൽ ചിരിക്കണേ? അതറിയെങ്കിൽ ഇവിടെ വന്നിരിക്കില്ലായിരുന്നു. അഫ്ഗാനിസ്ഥാൻ. അറിയോ ഏട്ടൻ? പിന്നെ ഇതിലെ ചിരിക്കണേ? അവനവൻ അറിയില്ല, ബാക്കി ആരെങ്കിലും തെറ്റ് പറഞ്ഞാൽ ചിരിക്കുക. വൈ? ആദ്യം വേണ്ടത് അറിയാനുള്ള ആഗ്രഹം, രണ്ട് വേണ്ടത് എന്തെങ്കിലുമൊക്കെ കുറച്ച് പഠിക്കുക. അതുമില്ല, ബാക്കി ആരെങ്കിലും പറയും പരിഹസിക്കാൻ വലിയ താല്പര്യമാണ്. ഡോണ്ട് ഡു ദാറ്റ്. മോസ്റ്റ് ഹാർഷസ്റ്റ് തിങ് വാട്ട് യു ക്യാൻ ഡു ഈസ് ദിസ്. ബാക്കിയുള്ളവരെ പരിഹസിക്കുക. അറിവുള്ളവരും ചെയ്യരുത്, അറിവില്ലാത്തവരാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഉറക്കെ ഞാൻ പറഞ്ഞത് അറിയില്ല. ഡോണ്ട് ഡു ദാറ്റ്. നേരെ നിൽക്ക്. സിറ്റ് സ്ട്രേറ്റ്. ഡോണ്ട് പ്ലേ ഓൺ യുവർ ഫേസ്. ആ, ഏതാ? ചൈന. അറിയുന്ന ആൾ പറഞ്ഞു കൊടുക്ക്. ചിരിച്ചാളൊന്ന് പറഞ്ഞു കൊടുക്കും. ഏതാ ചൈനയുടെ? പറഞ്ഞു കൊടുക്കും മോനെ. എന്താ താൻ പറഞ്ഞത്? അങ്ങനെയാണോ സംസാരിക്കേണ്ടത്? അപ്പൊ പിന്നെ എന്തിനാ ചിരിച്ചത്? തനിക്കറിയുന്നൊരു കാര്യം ബാക്കിയാർക്ക് അറിയില്ലെങ്കിലേ ചിരിക്കുക. ആ, ഏതാ ചൈനയുടെ? പറഞ്ഞു കൊടുക്കാരെങ്കിലും. ആ, ഹെൽപ്പ്. അത് അറിയാത്തത് കൊണ്ട് ഉടനെ താണ്ടി വേറെ തപ്പിൽ പോവല്ല വേണ്ടത്. അറിയാത്തത് ഉടനെ പഠിക്കുക. ഹോങ്കോങ് ഈസ് എ ഡിഫറെന്റ് കൺട്രി. ചൈനയുടെ ഭാഗമാണെന്ന് ചൈന ക്ലെയിം ചെയ്യുന്നുണ്ട്. അത് വിട്ടുകൊടുത്തു 1997. അതിന് മുമ്പ് ഇൻഡിപെൻഡന്റ് രാജ്യമായിരുന്നു. അത് ലീസിലായിരുന്നു. ഓക്കെ. ഹോങ്കോങ് സിറ്റി തന്നെയാണ് അതിന്റെ ക്യാപിറ്റൽ. യാ. ഇന്ത്യ ന്യൂഡൽഹി, ഫ്രാൻസ് പാരീസ്, USA വാഷിംഗ്ടൺ DC, ജർമ്മനി ബെർലിൻ, ചൈന ബെയ്ജിംഗ്, ടർക്കി ഇസ്താൻബുൾ. ഇന്ത്യ ന്യൂഡൽഹി, ഫ്രാൻസ് പാരീസ്, USA വാഷിംഗ്ടൺ DC, ജർമ്മനി ബെർലിൻ, ചൈന ബീജിംഗ്, ടർക്കി ഇസ്താൻബുൾ, ഓസ്ട്രേലിയ കാനഡ. ഇന്ത്യ ന്യൂഡൽഹി, ഫ്രാൻസ് പാരീസ്, USA വാഷിംഗ്ടൺ DC, ചൈന ബെയ്ജിംഗ്, ഹെൽപ്പ്. ടർക്കി ഇസ്താൻബുൾ, ഓസ്ട്രേലിയ കാൻബറ, ജപ്പാൻ ടോക്കിയോ. ഒന്ന് പറഞ്ഞേ ക്രമത്തിൽ പറയും മോനെ. ഇന്ത്യ ന്യൂഡൽഹി, ആ, ഫ്രാൻസ് പാരീസ്, USA വാഷിംഗ്ടൺ DC, ജർമ്മനി, ശ്രദ്ധിക്കുക. ഇനിയും പറയും, റിപ്പീറ്റ് ചെയ്യും. ശ്രദ്ധിക്കുക. ആദ്യം അതാ വേണ്ടത്. പഠിക്കാനുള്ള ശ്രദ്ധ വേണം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ളവനെ അറിവുണ്ടാവും. നൗ റിപ്പീറ്റ്. ആദ്യം മുതൽ അതുവരെ ഒന്നും കൂടി ആയി. ഇന്ത്യ ന്യൂഡൽഹി, ഫ്രാൻസ് പാരീസ്, USA വാഷിംഗ്ടൺ DC, പിന്നെ ജർമ്മനി ബെർലിൻ, ചൈന ബീജിംഗ്, ടോക്കിയോ, ടർക്കി ഇസ്താംബുൾ,
കാൻബറ, പിന്നെ ജപ്പാൻ ടോക്കിയോ, ഒന്നാടി കാനഡ ഒട്ടാവ. കാനഡ ഒട്ടാവ. ന്യൂഡൽഹി, ന്യൂഡൽഹി, ഇന്ത്യ ന്യൂഡൽഹി, ഇന്ത്യ ന്യൂഡൽഹി, ഫ്രാൻസ് പാരീസ്, ആ. USA വാഷിംഗ്ടൺ DC, ആ ജർമ്മനി ബെർലിൻ, ആ ചൈന ബീജിംഗ്, ആ ടർക്കി ഇസ്താൻബുൾ, ആ ഓസ്ട്രേലിയ കാൻബറ, ജപ്പാൻ ടോക്കിയോ, ആ കാനഡ ഒട്ടാവ, ഉം. ഇറ്റലി റോം. ഇന്ത്യ ന്യൂഡൽഹി, ഫ്രാൻസ് പാരീസ്, USA വാഷിംഗ്ടൺ DC, ജർമ്മനി ബെർലിൻ, ചൈന ബീജിംഗ്, ടർക്കി ഇസ്താൻബുൾ, ഓസ്ട്രേലിയ കാൻബറ, ജപ്പാൻ ടോക്കിയോ, കാനഡ ഒട്ടാവ, ഇറ്റലി റോം, അഫ്ഗാനിസ്ഥാൻ കാബൂൾ. ഇന്ത്യ ന്യൂഡൽഹി, ഫ്രാൻസ് പാരീസ്, USA വാഷിംഗ്ടൺ DC, ജർമ്മനി ബെർലിൻ, ചൈന ബീജിംഗ്, ടർക്കി ഇസ്താൻബുൾ, ഓസ്ട്രേലിയ കാൻബറ, ജപ്പാൻ ടോക്കിയോ, കാനഡ ഒട്ടാവ, ഇറ്റലി റോം, അഫ്ഗാനിസ്ഥാൻ കാബൂൾ, ഹോങ്കോങ്. ഇന്ത്യ ന്യൂഡൽഹി, ഫ്രാൻസ് പാരീസ്, USA വാഷിംഗ്ടൺ DC, ജർമ്മനി ബെർലിൻ, ചൈന ബീജിംഗ്, ടർക്കി ഇസ്താൻബുൾ, ഓസ്ട്രേലിയ കാൻബറ, ജപ്പാൻ ജപ്പാൻ ടോക്കിയോ, കാനഡ ഒട്ടാവ, ഇറ്റലി റോം. ബിടെക്കോ ഗ്രാജുവേഷൻ ഏതെങ്കിലും കോളേജിലൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ബാങ്ക് കോച്ചിങ്ങിന് പോകും. ചോദിക്കുന്നത് ഇത്തരം ചോദ്യങ്ങളാണ്. എന്നിട്ട് കുറേ കാശ് കൊടുത്തിട്ട് അവിടെ പോയിട്ട് പഠിക്കും. കേരളത്തിൻ്റെ സ്വഭാവം പറയാം. പല ആൾക്കാരെയും കണ്ടു. വളരെ റിച്ചും ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മക്കൾ എന്ത് ചെയ്യുന്നു? ബിടെക് കഴിഞ്ഞു ഇപ്പം എന്താ ചെയ്യണേ? ബാങ്ക് കോച്ചിങ്ങിന് പോകും. ഇന്നലെ എന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയ ഡ്രൈവറോടും ചോദിച്ചു, മകൻ ഗ്രാജുവേഷൻ കഴിഞ്ഞു ബാങ്ക് കോച്ചിങ്ങിന് പോകും, അല്ലെങ്കിൽ PSC കോച്ചിങ്ങിന് പോകും. ആണോ അല്ലയോ? അവിടെ പഠിപ്പിക്കണത് ആരാ? ഇതുവരെ ഒരു പണിയും കിട്ടാത്തത്. ബാങ്കിൽ ജോലി കിട്ടിയ ആൾ ബാങ്ക് കോച്ചിങ് കൊടുക്കുമോ? PSCയിൽ ഏതെങ്കിലും ജോലി കിട്ടിയ ആൾ PSC കോച്ചിങ് കൊടുക്കുമോ? അപ്പൊ ഇതൊന്നും കിട്ടാണ്ട് തോറ്റ് പാളീസാകുമ്പോഴാണ് എന്ത് തുടങ്ങുക? എൻ്റെ കുറേ IASന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. താല്പര്യമൊക്കെ ഉണ്ടെന്ന് പറയും. ഒരു 4 കൊല്ലം കഴിയുമ്പോൾ കണ്ട അവൻ IAS കോച്ചിങ് സെന്റർ തുടങ്ങി പഠിപ്പിക്കാൻ തുടങ്ങും. എന്താ കാരണം? തോറ്റു ഒന്നിനും കിട്ടിയിട്ടില്ല. നല്ലോണം കാശുണ്ടാക്കാനുള്ള പണിയാണ്. കുറേ മലയാളികൾ കാശ് ചെലവാക്കുന്നതും ഇത്തരം മണ്ടന്മാരുടെ അടുത്ത് പോയിട്ടാണ്. ഇതൊന്നും പഠിപ്പിക്കാൻ ആരും വേണ്ട. നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയം നിങ്ങളുടെ ടീച്ചർമാർക്ക് കുറച്ചൊരു എക്സ്ട്രാ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാൻ സമയം, ഇഷ്ടംപോലെ സമയമുണ്ട് നിങ്ങൾക്ക്. എത്ര സമയമുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ആ സമയത്തൊക്കെ ബള വർത്തമാനം പറയുന്നില്ല, എന്തെങ്കിലും പഠിക്കാൻ ശ്രമിച്ചു. ഇന്നലെ ഞാൻ പീരിയോഡിക് ടേബിൾ പറഞ്ഞു. എത്ര പേര് പഠിച്ചെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യാറില്ല, കാരണം ഞാൻ നിങ്ങളെ പരീക്ഷ നടത്താൻ വന്ന നല്ല ആളല്ല. മെത്തേഡ് പഠിപ്പിക്കാൻ ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ കൂടി പഠിപ്പിക്കുക കൂടി ചെയ്യണം. അപ്പോഴാണ് നിങ്ങളെ കൂടുതൽ പഠിക്കുക. ഇത് ഒരാൾ പഠിച്ചു, 4 എനിക്കറിയാം, 4 ഇയാൾക്കറിയാം, രണ്ടാളും കൂടി ഇരുന്നാൽ രണ്ടാൾക്കും എക്സ്ട്രാ പഠിക്കാൻ പറ്റും അല്ലേ? ഓരോ സമയവും നിങ്ങൾ 11, 12 എത്തുമ്പോൾ 11th and 12th എത്തുമ്പോൾ ബയോളജി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുറേ ടെർമിനോളജീസ് ഉണ്ട്. ഓരോ ചെടികളുടെയും പേര്, സയൻറ്റിഫിക് നെയിംസ് ഒക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. വലിയ ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. ബൈഹാർട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, മെമ്മറൈസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ 20 മിനിറ്റ് കൊണ്ട് പഠിപ്പിച്ചത്. ഇപ്പം 10 മിനിറ്റ് എടുത്തുള്ളൂ. നിങ്ങളൊക്കെ വന്നത് 2 or 3 മാത്രം അറിയുമെന്ന് പറഞ്ഞിട്ടാണ് അല്ലേ? ഇപ്പം എത്ര എണ്ണം പഠിച്ചു? 8 തൊട്ട് 16 പഠിച്ചു പടാന്ന് പറഞ്ഞിട്ട്. ആണോ അല്ലയോ? ഞാൻ ഒരു 3 റൗണ്ട് പോയാൽ ഉറപ്പാണ്. എൻ്റെ അടുത്തൊക്കെ പഠിക്കാൻ വരും ചിലർ. ഞാൻ ഹൈദരാബാദിൽ എൻ്റെ വീട്ടിൽ പ്രോഗ്രാം നടക്കുമ്പോൾ പഠിക്കാൻ വരുന്ന ക്ലാസ്മേറ്റ്സിനോട് പറയും 50 എണ്ണം പഠിച്ചിട്ടുള്ളിൽ വന്നാൽ മതി, അല്ലെങ്കിൽ പുറത്തു നിന്നോളാം.
അവൻ അരമണിക്കൂർ കൊണ്ട് ഫുൾ പഠിച്ചിട്ട് വരും അമ്പാണ്. ഇത്രയും വേണ്ടു, അരമണിക്കൂർ ചെലവഴിക്കാൻ തയ്യാറാവണ്ടേ? കാരണം എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനും ചോദിക്കും. നിങ്ങൾ ഇസ്താൻബുളിലൊന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് ചുറ്റുമുള്ള എത്ര രാജ്യങ്ങളുണ്ട്? ഭൂട്ടാനുണ്ട്, നേപ്പാളുണ്ട്, മ്യാൻമാർ ഉണ്ട്, അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, ഇല്ലേ, ബംഗ്ലാദേശ് ഉണ്ട്. ഇതൊക്കെ അറിയണം. നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലമല്ലേ? ഏതാ നേപ്പാള്? കാഠ്മണ്ഡു. അങ്ങനെ വെറുതെ അറിഞ്ഞിട്ടും കാര്യമില്ല. എന്തുകൊണ്ട് അതിന്റെ പേര് കാഠ്മണ്ഡു തോന്നും? ഒരു മരം കൊണ്ട് കാടുണ്ടാക്കിയിട്ടുള്ള അത്രയും വലിയ മരങ്ങളുള്ള സ്ഥലമാണ് കാഠ്മണ്ഡു. ഒരു ക്ഷേത്രം ഉണ്ടാക്കാനുള്ള കംപ്ലീറ്റ് മരം, ഒരു മരം മുറിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. വലിയ ക്ഷേത്രം. അത് അടുത്ത കാലത്ത് വലിയ എർത്ത് ഉണ്ടായിട്ട് കംപ്ലീറ്റ് താഴെ വീണു. എന്നിട്ട് അവർക്ക് യുണൈറ്റഡ് നേഷൻസിന്റെ ഫണ്ടിങ്ങോടുകൂടിയപ്പോൾ ചെയ്യണം. അത് നിലനിർത്തുക എന്നുള്ളത് ആരുടെ ആവശ്യമാണ്? ലോകത്തിന്റെ ആവശ്യമാണ്. അങ്ങനെ വലിയ കഥകളുള്ള സ്ഥലമാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്തെക്കുറിച്ചും പഠിക്കുക. ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങളുടെ വെറുതെ സ്മാർട്ട് ഫോണിൽ അനാവശ്യമായിട്ടുള്ള എന്തൊക്കെ കണ്ട് സമയം കളയുന്നില്ലേ? ഗൂഗിൾ മാപ്പ് എടുക്കുക, ഒന്ന് സൂം ഔട്ട് ചെയ്യുക, സൂം ഇൻ ചെയ്യുക, ഓരോ സ്ഥലത്ത് പോവുക, അത് പഠിക്കുക. സ്ഥലം പോലും എവിടെയാണെന്ന് കൃത്യമായിട്ട് ഞാനിപ്പോൾ പറയുമ്പോൾ മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നൊക്കെ പറയുമ്പോൾ ആ എൻ്റെ ഭൂമിയായിട്ട് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ എനിക്ക് പരിചയമുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങളുടെ കുറ്റമല്ല അല്ലേ? പക്ഷെ ഇപ്പൊ നിങ്ങളുടെ കുറ്റമല്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി നിങ്ങൾ ഇത് പഠിച്ച് ശീലിക്കുക. അതാണ് ഉണ്ടാവേണ്ടത്. അത് നിങ്ങൾക്ക് മാത്രമല്ല, 10ാം ക്ലാസ് 7ാം ക്ലാസ് മാത്രമല്ല, ബിടെക് കഴിഞ്ഞവരും വലിയ സീനിയർ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നവരും ഒക്കെ എൻ്റെ ക്യാമ്പിൽ വരുമ്പോൾ ഞാൻ ഇതൊക്കെയാണ് പഠിപ്പിക്കണം. എന്താ കാരണം? ഇതൊക്കെയാണ് ജീവിതത്തിൽ എവിടെയെങ്കിലൊക്കെ നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോഴൊക്കെ മെമ്മറൈസ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടിരിക്കും. നിങ്ങൾ മെമ്മറൈസ് ചെയ്യുന്നില്ല. കേട്ടിട്ടുണ്ടാവും, ഇതൊക്കെ കേട്ടിട്ടുള്ളതായിരുന്നു. പക്ഷെ എന്ത് ചെയ്തില്ല? ഒന്നും പഠിച്ചില്ല, മെമ്മറൈസ് ചെയ്തില്ല. അങ്ങനെ വെറുതെ ഇരിക്കുക. ഏറ്റവും ഇഷ്ടമുള്ള പണിയാണ് എന്തായാലും വെറുതെ ഇരിക്കുക. എന്തൊക്കെ പഠിക്കാൻ പറ്റും. ദാറ്റ്സ് വാട്ട് യു ഷുഡ്. ഇത്തരം ചോദ്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് വേണ്ടത്. എന്താണ് ഇത് പഠിക്കാനുള്ള മെത്തേഡ്? ഹൗ ഡു ഐ മേക്ക് ദിസ് ലേണിംഗ് ഇൻട്രസ്റ്റ്? ഇത് പഠിച്ചാൽ എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക? അത്തരം കുറേ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഞാൻ നിർബന്ധിച്ച് കുത്തി പഠിപ്പിക്കുന്ന പോലെയാണ് നിങ്ങളുടെ അടുത്ത് ചോദ്യം വരുന്നത്. ഇപ്പം ഞാൻ ഈ പഠിക്കാനുള്ളൊരു മെത്തേഡ്, ടെക്നിക്ക് നിങ്ങൾ ചോദിച്ചില്ലല്ലോ? ചോദിച്ചു ഇല്ല? ചോദിച്ചാൽ പറഞ്ഞാൽ തന്നെ ഓരോ വിഷയം എടുക്കുക, അത് പഠിക്കാനുള്ള മെത്തേഡ്. Come on. നടന്നിട്ട് ഓൾ ഇന്ത്യ ക്വിസ്, ഓക്കെ, അല്ലെങ്കിൽ കേരളത്തിലുള്ള വലിയൊരു അത്ലറ്റിക് മീറ്റിൽ ഒരാൾ ഫസ്റ്റായി. സ്കൂൾ ആഘോഷിക്കുമല്ലയോ? സ്കൂളിന്റെ കഴിവല്ല, അവരുടെ പാരൻസിന്റെ കഴിവ്. മോള് സ്പോർട്സിൽ പോകാൻ ആരാ കാരണം? പാരൻസ് ആണ്. യു അണ്ടർസ്റ്റുഡ്? എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും പോവാന്ന് വിചാരിക്കും. ആരാ കാരണം? ടീച്ചറാണ്. എൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും എല്ലാ രാജ്യത്തിൻ്റെയും ക്യാപിറ്റൽസ് അറിയാമെന്ന് പറഞ്ഞാൽ ആർക്കാ ക്രെഡിറ്റ്? അത് പാരൻസിനല്ല. ആർക്കാ ക്രെഡിറ്റ്? ടീച്ചേഴ്സിനാണ്. അതുകൊണ്ട് ഒരാൾ നന്നായാൽ സ്കൂൾ ആഘോഷിക്കരുത്, പാരൻസ് ആഘോഷിക്കണം. അല്ലെങ്കിൽ പാരൻസിനെ വിളിച്ചിട്ട് ബഹുമാനിക്കണം. ഒരു ക്ലാസ്സിലെ എല്ലാവരും നന്നായാൽ ടീച്ചറെ ബഹുമാനിക്കണം. സ്കൂൾ കംപ്ലീറ്റ് നന്നായാലോ സ്കൂളിൻ്റെ അതോറിറ്റീസ്, അത് ഹെഡ്മാഷോ പ്രിൻസിപ്പളോ മാനേജ്മെൻറ്റോ, അവർക്ക് ആഘോഷിക്കാം. അതുകൊണ്ട് ഒരാൾ അത്ലറ്റിക്കൽ ബെസ്റ്റായി സ്കൂൾ അസംബ്ലിയിൽ ഇരുന്നിട്ട് ക്ലാപ്പ് ചെയ്തിട്ട് സമ്മാനം കൊടുക്കുന്നതൊക്കെ മണ്ടത്തരം തന്നെ. അവരുടെ പാരൻസിനെ വിളിച്ചിട്ട് ബഹുമാനിക്കുക. നാടാണ് ആഘോഷിക്കേണ്ടത്, ആ പാരൻസിനെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. അപ്പോൾ ഒരു സ്കൂൾ നന്നാവുന്നത് എല്ലാവരും നന്നായിട്ട് പഠിക്കുമ്പോഴാണ്. അതുണ്ടാക്കിയെടുക്കാൻ നല്ലൊരു എൻവയറോൺമെന്റ് ഉണ്ടാക്കണം. അതിനുള്ളൊരു സന്നദ്ധത വേണം, നല്ലൊരു ടീം വർക്ക് വേണം, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവണം. അങ്ങനെയൊക്കെയാണ് പഠിക്കുക. അതുണ്ടാവുന്നത് കുറേ ചോദ്യങ്ങളും കുറേ ഉത്തരങ്ങളും. വളരെ ബിസിയാണ്. നിങ്ങളൊക്കെ ബിസിയാ, വെറുതെ സമയം കളയാൻ ബിസിയാ. ആണോ അല്ലയോ? ജീവിതത്തിൽ എത്ര കാലം ജീവിക്കും നമ്മൾ? 120 വർഷമാണ് പുരുഷായുസ് എന്നാ പറയാം. ഓക്കെ, അടുത്ത് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും 18 വയസ്സൊക്കെ ആയിട്ട് തീരും ഇല്ലേ? 12ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രായം എത്രയാവും? 18 വയസ്സ്. എഴുതാം.
ഏജ് 18 വിചാരിക്കാം. ജീവിച്ചിരിക്കുന്നത് 120 വരെയാണ്. പക്ഷെ 18 വയസ്സ് വരെ ജീവിക്കുമ്പോൾ അത്രയല്ലേ ഉള്ളൂ, ഇനി കുറച്ച് കാലമല്ലേ ഉള്ളൂ അല്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റോക്ക് എടുക്കും. 18 വർഷം ജീവിക്കുമ്പോൾ നിങ്ങൾ എത്ര സമയം പഠിക്കാൻ ഉപയോഗിക്കുന്നു, എത്ര സമയം കളിക്കാൻ ഉപയോഗിക്കുന്നു, എത്ര സമയം യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നു, എത്ര സമയം ലുക്കിംഗ് ഗുഡ്. ചിലരൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, കണ്ണാടിയുടെ മുമ്പിൽ വന്നിട്ട് എന്നൊക്കെ ആക്കിയിട്ട് കുറേ സമയം ചെലവഴിക്കില്ലേ അല്ലേ? ഡ്രസ്സ് ചെയ്യാൻ, മേക്കപ്പ് ചെയ്യാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. പക്ഷെ എന്നാലും കണ്ണാടിയുടെ മുമ്പിൽ എത്ര സമയം കളയുന്ന അറിയുള്ളൂ. ആണോ? വെറുതെ ഇരുന്നിട്ട് സമയം എത്ര കളയുന്നു? എല്ലാം അക്കൗണ്ട് ചെയ്യും. ഉറങ്ങാൻ എത്ര സമയം വേണം? 18 വയസ്സ് വരെ ജീവിക്കും. ഏജ് 18 ഇയേഴ്സ് ആണെന്ന് വിചാരിക്കാം. എത്ര വർഷം ഉറങ്ങി? ആവറേജ് എത്ര ഉറങ്ങും? 8 hours. 8 hours 24 hours എന്ന് പറഞ്ഞാൽ എത്രയാ? അതുകൊണ്ടാണ് ഞാൻ 18 എടുത്തത്. നിങ്ങൾക്ക് എളുപ്പം കമ്പ്യൂട്ടർ ആയിട്ട് അയച്ചിട്ട് 1/3 24ന്റെ 1/3 ആണ്. 1/3 ആണ് 8. ആണോ അല്ലയോ? അപ്പൊ 18 വയസ്സിന്റെ 1/3 എത്രയായി? 6 വർഷം ഉറങ്ങി. എഴുത്. സ്ലീപ്പ് 8 years. ഓക്കെ. 18 വയസ്സാകുമ്പോഴത്തേക്കും നഴ്സറി, LKG, UKG, grade 1, 10th class, 11th, 12th. ആകെ ഒരു 10-12 വർഷം പഠിച്ചു. 12 പോരാ, 14 വർഷം പഠിച്ചു. 15 വർഷം പഠിച്ചു അല്ലേ? എഴുത്. 18 ഇയേഴ്സ് ആകുമ്പോൾ 15 ഇയേഴ്സ് പഠിച്ചു. പക്ഷെ 15 ഇയേഴ്സ് പഠിച്ചുവോ? എത്ര വർക്കിംഗ് ഡേയ്സ് ഉള്ളത്? 200 വർക്കിംഗ് ഡേയ്സ്. അത്രയല്ലേ ഉള്ളൂ. 1 മണിക്കൂർ ആവറേജ്. നഴ്സറി മുതലാ പറയുന്നത്. 12ാം ക്ലാസ് പാസ്സാവുന്നവരെ ആവറേജ് എത്ര മണിക്കൂർ പഠിക്കണ്ടാവും? സ്കൂളും അതിനിടയിൽ കുറേ സമയം വെറുതെ പോകുന്നുണ്ടാവും. അതല്ല, കൃത്യമായിട്ട് മിനിറ്റ് വെച്ച് മണിക്കൂർ വെച്ച് കൂട്ടിയാൽ ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ ഉണ്ടാവും. 6 hours ആണെന്ന് വിചാരിക്കാം. 6 hours into 200 days, 1200 hours. 1200 hours എന്ന് പറഞ്ഞാൽ 50 days ആണ്. അപ്പൊ ആവറേജ് ഒരു കുട്ടി പഠിക്കുന്നത് 50 ദിവസമേ ഉള്ളൂ അല്ലേ? 50 ദിവസം 15 കൊല്ലം. 15 years ആ കൂട്ടണം. 12 നഴ്സറിയും LKG UKG അടക്കം അല്ലേ? 15 കൊല്ലം ഗുണിക്കണം 50 days, 750 days ആയി. മൾട്ടിപ്ലിക്കേഷൻ എളുപ്പമൊന്നും അറിയില്ല അല്ലേ? കുറച്ച് സമയം വേണം. നല്ല ട്രിക്കും പഠിപ്പിച്ചാൽ പടപടാന്ന് മൾട്ടിപ്ലൈ. 750 divided by 365. എത്ര കൊല്ലാത്ത നോക്കേണ്ടത്? അപ്പൊ ലെസ് ദാൻ 2 years. 2 years നിങ്ങളുടെ എഴുതിക്കൊള്ളു. അപ്പൊ നിങ്ങൾ സ്റ്റുഡന്റ് ആണോ സ്ലീപ്പർ ആണോ? ഏതിനാ അധിക സമയം ചെലവഴിക്കുന്നത്? നിങ്ങൾ പറയാന്താ? ഞാൻ സ്റ്റുഡന്റ് ആണ്. എന്ത് വലിയ സ്റ്റുഡന്റ്? അതിനേക്കാളും കൂടുതൽ ഉറങ്ങാണ്. മാറ്റം വേണോ? അപ്പൊ എത്ര കൊല്ലായി ഇപ്പോ? 8 കൊല്ലായി. 18 കൊല്ലത്ത് 10 കൊല്ലം തീരും. നിങ്ങൾ 10 കൊല്ലം എന്ത് ചെയ്തു എന്ന് ആലോചിക്കാം. കുളിക്കാനും പൊട്ടുതൊടാനും മുടി ചീകാനും ഡ്രസ് ചെയ്യാനും ഒക്കെ ഒരു ദിവസം ചെലവഴിക്കുന്ന സമയം 1 മണിക്കൂർ വെച്ച് കുടിക്കും. ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ. അതിലധികം ഒന്നും ഉണ്ടാവില്ല. ഉണ്ടോ? ഭക്ഷണം കഴിക്കാനും അത്യാവശ്യം ജീവിതത്തിൽ ചെയ്യേണ്ട കുറെ സംഭവങ്ങൾ ഉണ്ടല്ലോ. എല്ലാം കൂടിയാലും 2 മണിക്കൂർ ഉണ്ടാവും. ആണോ അല്ലയോ? ഓക്കെ. സോ 2 hours multiplied by 365 multiplied by 18 years. ജനിച്ചത് മുതൽ ചെയ്തിട്ടുണ്ടാവില്ല. എല്ലാം കൂടി നോക്കിയാലും നമ്മൾ കാണും. അപ്പൊ എത്ര ഉണ്ടാവും? മാക്സിമം 3600 divided by 24 hours ഡേയ്സ് ആക്കണ്ടേ? അപ്പൊ എത്ര വരും? 1.5 വർഷം. മാക്സിമം 2 വർഷം. 2 years അതും പോയി അല്ലേ? ഇപ്പൊ 18ഉം അതിലെ ബാക്കി എത്ര ഉണ്ട്? ഇപ്പോ 8 വർഷം. ഉറങ്ങുന്ന അത്രയും സമയം എന്തു ചെയ്തു എന്നൊരു അക്കൗണ്ടും ഇല്ല. യാത്ര ചെയ്യുന്നതും ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ നോക്കിയാലും 2 hours ഉണ്ടാവും. പിന്നെയും കാണും നമ്മൾ 6 മണിക്കൂർ
ഒരു പണിയും ചെയ്യാം. വീട്ടിൽ 60 വയസ്സായിട്ടുള്ളവരൊക്കെ ഇല്ലേ, മുത്തശ്ശനും, അവരോട് ചോദിക്കാം ജീവിതത്തിൽ എന്താ ചെയ്തത്. ഇപ്പൊ നിങ്ങൾ 18 വയസ്സ് വരെ കൂട്ടുമ്പോൾ തന്നെ 1/3 ഭാഗം വേസ്റ്റാണ്. ആണോ? അവരുടെ ജീവിതത്തിൽ എത്ര സമയം വേസ്റ്റ് ആക്കിയിട്ടുണ്ടാവും അറിയോ? 1/3 ഭാഗം വേസ്റ്റ്. 20 കൊല്ലം ഉറങ്ങി, 20 കൊല്ലം വേസ്റ്റ് ചെയ്തു. അങ്ങനെ വേണോ? ഇപ്പൊ ആലോചിച്ചിട്ടില്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കും, എന്റെ ജീവിതം. അച്ഛനോടും അമ്മയോടൊക്കെ ചോദിക്കാം, എന്ത് ചോദിക്കണം? ഇങ്ങനെയൊക്കെ ആവണമെന്നാണോ വിചാരിച്ചത്? ഇപ്പൊ എന്തൊക്കെയോ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ, അതാണോ നിങ്ങളുടെ ഉദ്ദേശം? എൻ്റെ പ്രായത്തിൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രായത്തിൽ 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അമ്മയുടെ സങ്കല്പം, സ്വപ്നം എന്തായിരുന്നു എന്ന് ചോദിക്കാം. അവരവിടേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഉണ്ടാവോ? ഇല്ല, ചാൻസ് കുറവാണ്. എന്നോട് ചോദിക്കും, ഈ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ലൊക്കെ ഞാൻ സങ്കല്പിച്ചെടുത്താണോ എഴുതുന്നത്? ഞാൻ സങ്കല്പിച്ചതിനേക്കാളും ഒരു 100 മടങ്ങ് ഹൈറ്റിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എന്താ കാരണം? ഓരോ നിമിഷവും ഉപയോഗിക്കുന്നു. ഇന്ന് രാവിലെ വരുമ്പോൾ കംപ്ലീറ്റ് ന്യൂസ് കേട്ടു, ഡ്രൈവ് ചെയ്യുമ്പോൾ ന്യൂസ് കേട്ടു. പണ്ട് 50 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു, മാനേജ്മെന്റ് പ്രൊഫസറായിട്ട്. ഇപ്പൊ രാവിലെ റെഡിയാവുന്ന സമയത്തും മക്കളെ റെഡിയാക്കുന്ന സമയത്തും ഒക്കെ ന്യൂസ് കേൾക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? ഒരു റെക്കോർഡർ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യും. 2 മണിക്കൂർ വീട്ടിൽ രാവിലെ റെഡിയാവാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ യാത്ര ചെയ്യാൻ എനിക്ക് 1 മണിക്കൂർ വേണം, തിരിച്ച് യാത്ര ചെയ്യാൻ 1 മണിക്കൂർ, 2 മണിക്കൂർ വേണം. ആ 2 മണിക്കൂർ ഞാൻ എന്താ ചെയ്യാം? രാവിലെ പറഞ്ഞ ന്യൂസ് ഫുൾ കേൾക്കും. ഇന്നത്തെ പോലെ ഇന്റർനെറ്റ് ഒന്നും ഇല്ലാത്ത കാലത്താണ്. ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ അപ്പൊ കേൾക്കായിരുന്നു, അതില്ലാത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ഫുൾ റെക്കോർഡ് ചെയ്തു. അന്നൊന്നും ഇന്ത്യയിൽ ഇപ്പൊ പറഞ്ഞ 2G ഒന്നുമില്ല, ഇപ്പൊ 6G വരാൻ പോകുന്നൊക്കെ പറഞ്ഞു, ഒന്നും വരുമൊന്നുമില്ല. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഞാൻ ഗൾഫിൽ പോകുമ്പോൾ 2000-ലൊക്കെ 24 വർഷം മുമ്പൊക്കെ പോകുമ്പോൾ, 25 വർഷം മുമ്പ് പോകുമ്പോൾ ഞാൻ ഇന്നതൊക്കെ ഡൗൺലോഡ് ചെയ്യണം, നമ്പർ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കും. ഞാൻ അവിടെ ആകുമ്പോൾ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാലോ. എന്തൊക്കെയാ ചെയ്യാ? എന്താ ഡൗൺലോഡ് ചെയ്യാന്നറിയോ? അന്നൊക്കെ കാലത്തുള്ള, അന്നൊന്നും ഇന്നേ പോലെ കുറെ കാര്യങ്ങളൊന്നും ഇല്ല. TV ആകെ TVയിലുള്ളതൊക്കെ ഇന്റർനെറ്റിൽ വരുമായിരുന്നു. അന്ന് ചാണക്യന്റെ ഒരു സീരിയൽ വരും, ചാണക്യന്റെ ഒരു സീരീസ് വരാറുണ്ടായിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യൻ മഹാരാജാവാക്കിയ കഥ. റോഡ് സൈഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പിടിച്ചുകൊണ്ടുപോയിട്ട് ആരാക്കി മാറ്റി? ചക്രവർത്തിയാക്കി മാറ്റിയ മാഷാണ്. ലോകത്തിലെ ഏറ്റവും നല്ല മാഷാരാന്ന് ചോദിച്ചാൽ ചാണക്യനാണ്. അദ്ദേഹത്തെ കുറിച്ച് പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് എനിക്ക്, ഹിന്ദിയിലാണ്. അപ്പൊ ഇത് ഫുൾ സീരീസ് ഡൗൺലോഡ് ചെയ്ത് എന്റെ കമ്പ്യൂട്ടർ പോകും, പിന്നെ അത് കേട്ടോണ്ടിരിക്കും. ഇപ്പം അതുകൊണ്ട് ഹിന്ദി ഇമ്പ്രൂവ് ചെയ്യാം. നമുക്കറിയാത്ത ഭാഷയാകുമ്പോൾ എന്ത് ചെയ്യണം? കുറേ പ്രാവശ്യം കേൾക്കുക, അപ്പൊ ഹിന്ദി ഇമ്പ്രൂവ്. അങ്ങനെ ഓരോ സംഭവവും പഠിച്ച് തുടങ്ങണം. വേണ്ട മക്കളെ, എന്തായാലും വേഷം കെട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ലേ? ഇപ്പൊ കുറച്ച് സമയം നമ്മൾ നല്ലപോലെ ചെലവഴിച്ചാൽ ഭാവിയിൽ ആഘോഷിക്കാം. Got it? ഇപ്പൊ കുറേ സമയമൊന്നുമില്ല ജീവിതത്തിൽ, കുറച്ച് സമയമുണ്ട്. ചട്ടപ്പട്ടയേന്ന് പറഞ്ഞു പോകും. ഇത്ര വേഗം സമയം പോവാന്നറിയാം. ഇപ്പൊ 2 ദിവസം തീർന്നു നമ്മൾ വന്നിട്ട് സംസാരിച്ചിട്ട്. വല്ല മാറ്റം ഉണ്ടായോ നിങ്ങൾക്ക്? പറയുന്നില്ല. ഇത് ചോദിച്ചാലും പറയില്ല, ഒരു മാറ്റമില്ല. ഉണ്ടായോ? എന്നിട്ട് എന്താ പറയാത്ത? അതുപോലെ നിങ്ങൾക്ക് ഇല്ലാത്തൊരു സ്വഭാവം ഞാൻ പറയാം. ഇവിടെ വന്ന് പഠിച്ചു. എന്താ പഠിച്ചത്? ഇന്നത് പഠിച്ചു. ആ സന്തോഷമുണ്ട്, അത് എനിക്ക് ഇഷ്ടമായി, അതിന് നന്ദിയുണ്ട്. ഒരു വാക്കുമില്ല. അത് എനിക്ക് വേണ്ടിയിട്ടല്ല പറയണത്. നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുന്നത് സൂര്യന് വേണ്ടിയിട്ടാണോ നമുക്ക് വേണ്ടിയിട്ടാണോ? നമുക്ക് വേണ്ടി. ആ സ്വഭാവം നിങ്ങളിൽ ഉണ്ടാവാനാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് ആ സ്വഭാവം ഉണ്ടാവും. ഞാനിത് കേട്ടു, ഇത് പഠിച്ചു, എനിക്ക് വലിയ സന്തോഷമായി. അതില്ലല്ലോ നിങ്ങൾക്ക്. കാശുണ്ടാക്കാനല്ല ആഗ്രഹം. രാവിലെ ചോദിച്ചപ്പോൾ തുടങ്ങിയത് അവിടെയാണ്. പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവണം, അതിനുള്ള ആഗ്രഹം ഉണ്ടാവണം. ഇതുണ്ടാവുമ്പോൾ അത് കിട്ടുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവും. അതില്ലാത്ത ഒരാൾക്ക് കിട്ടുമ്പോഴോ വലിയ ഭാരമായിട്ട് തോന്നും. അതുകൊണ്ട് ആ പഠനം ഭാരമായിട്ട് തോന്നും. മാത്തമാറ്റിക്സ് ഒക്കെ എന്ത് സിമ്പിൾ സബ്ജക്റ്റ് ആണെന്നറിയോ? പഠിക്കാൻ അറിയണം. എത്ര 65 സ്ക്വയർ? 65 × 65 എത്ര? വലിയ ബുദ്ധിമുട്ടല്ലേ? ആണോ? എന്ത് എളുപ്പമാണെന്ന് കാണിച്ചിരട്ടെ? എളുപ്പം കാണിച്ചിരട്ടെ?
5 സ്ക്വയർ എത്രയാ? എഴുത് വേഗം. 25. ഉടനെ 5 സ്ക്വയർ 25. 15 സ്ക്വയർ 225. 25 സ്ക്വയർ 625. 35 സ്ക്വയർ 1225. അടുത്തത് ഞാൻ പറയണോ? അടുത്തത് പറയും വേഗം. 45 സ്ക്വയർ 2025. 55 സ്ക്വയർ എങ്ങനെയാ അത് കിട്ടിയെന്നറിയോ? ലാസ്റ്റ് 5 ഒക്കെ 25 വരും. അത് 35 ആണെങ്കിൽ 3 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നമ്പർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 12 25. 1225. 65 സ്ക്വയറാ ചോദിച്ചത് ആയിരിക്കാം. 6ന്റെ അടുത്ത നമ്പർ എത്രയാണ്? 7. 6 into 7 4225. 4225. നോക്കൂ, അതിന്റെ പാറ്റേൺ അതല്ലേ നോക്ക് നിങ്ങൾ അല്ലേ? ആദ്യം വെറും 25, പിന്നെ 225. എന്താ 225? 1 5 ആണെങ്കിൽ 1ന്റെ നെക്സ്റ്റ് നമ്പർ 2 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. എന്ത് എളുപ്പം ആലോചിക്കും മാത്സ് പഠിക്കാൻ. നിങ്ങൾക്കിത് അറിയാത്തതുകൊണ്ട് നിങ്ങൾ കുറെ സമയം ചെലവഴിക്കും. മാഷ ഇത് അത്ര വലിയ കണ്ടുപിടുത്തൊന്നുമല്ല. കാരണം എന്താ? 25-നല്ലേ പറ്റുള്ളൂ. ഇപ്പൊ 24 into 25 എന്ത് ചെയ്യും? അതിനേക്കാളും എളുപ്പ. 25 into 25 എത്രയാ? 625. അതിൽ ഒരു 25 കുറച്ചാ പോരെ? അപ്പൊ 600. അതിന് മാത്സ് എന്ന് പറയുന്നത് ലോജിക്കാണ്, ബോധം. ആ ബോധം ഉണ്ടായാൽ മാത്സ് മാത്രമല്ല എല്ലാ വിഷയവും അതേപോലെ പഠിക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ പഠിക്കാൻ പറ്റുമ്പോ നമ്മൾ ഒരാളെ കാണുമ്പോൾ വെറുതെ സമയം ചെലവഴിക്കുന്നതിന് പകരം ഇത്തരം കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. എന്ത് രസമായിരിക്കും. 23 into 23 എത്രയാണ്? ഇനി ഈ ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അവിടെ. പറ്റുമോ? ബുദ്ധിമുട്ടാ. 23 into 23 വരുമ്പോ 3 സ്ക്വയർ ആദ്യം എഴുതാം. 9 എഴുത് മക്കളെ. ഞാൻ പറയേണ്ട കാര്യം എന്താ? ഏറ്റവും റൈറ്റ് സൈഡിൽ 9 എഴുതി. 23 എന്നല്ലേ പറഞ്ഞത്? 2ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്യാം. 6 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 12. 12ന്റെ 2 എഴുതാം. ബാലൻസ് 1. 2 സ്ക്വയർ 4. 4 + 1 5. 529. നമ്മൾ എഴുതേണ്ട കാര്യമില്ല. എന്താ ഇതിപ്പോ ഞാൻ ചെയ്തത്? നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് a + b² = എഴുത്. a + b² എന്താണ്? a² + 2ab + b² എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താ ഗുണം? ഒരു ഗുണമില്ല. വെറുതെ മാത്സ് ടീച്ചർ കുറെ പഠിപ്പിച്ച് യൂസ്ലെസ് സാധനം എന്നാണ്. അങ്ങനെ കുറേ കാണാം തമാശകൾ ഇല്ലേ? അങ്ങനെ കുറെ റീലൊക്കെ കാണാറില്ലേ? മാത്സ് കൊണ്ടൊരു ഗുണമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അവര് പഠിക്കാത്തോണ്ടാ, മണ്ടന്മാരായതുകൊണ്ട്. ഗുണമുണ്ടെന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിൽ b² ആണ് ആദ്യം എഴുതുന്നത്. a² + 2ab + b² എന്നല്ലേ? ആ b² ആദ്യം എഴുതി. പിന്നെ എന്താ എഴുതുന്നത്? 2ab. ഏതാ 2ab? 2 into 2 into 3. 23 എന്നല്ലേ ചെയ്യേണ്ടത്? അപ്പൊ 4 into 3 12 കിട്ടി. അതിന് 2 എഴുതി. ബാലൻസ് 1. പിന്നെ ഇപ്പുറത്ത് എഴുതേണ്ടത് എന്താണ്? ലെഫ്റ്റിൽ എഴുതേണ്ടത് a² ആണ്. a² 2 സ്ക്വയർ ആണ്. 4 4 + 1 5. ഇത് എളുപ്പമാണ്. ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ പറ്റില്ലേ? അപ്പൊ ഇടക്കിടക്ക് ചെയ്യുക. ഇതേപോലെ ചെയ്തു വരുമ്പോഴത്തേക്കും എന്ത് ഫാസ്റ്റ് ആവും. 64 into 46 അല്ല, 64 - 46 -46. 64 - 46 ഇങ്ങനെ കിട്ടിയ നേരെ ഡിവൈഡ് നേരെ മൈനസ് ചെയ്തു അല്ലേ? വേണ്ട. ഞാനിപ്പോ ചോദിച്ച 64 തിരിച്ചിട്ടിട്ടാണ് 46. അങ്ങനെ തിരിച്ചിട്ട നമ്പർ വന്നാൽ ആ നമ്പർ തമ്മിലുള്ള വ്യത്യാസം കണ്ട് 9 കൊണ്ട് കുടിച്ചാൽ 9 കൊണ്ട് കുടിച്ചാൽ 72 - 27. 7227. 7 ഉം 2 തമ്മിലുള്ള ഡിഫറൻസ് 5. 5 into 9 245. എന്ത് എളുപ്പമാണെന്ന് ആലോചിച്ചു. ഇത്ര എളുപ്പമാണ് മാത്സ് എന്ന് വിചാരിച്ചില്ല അല്ലേ? വിചാരിച്ചോ? അപ്പൊ മനസ്സിലായോ മാത്സ് പഠിക്കാനുള്ള മാർഗം? മാത്സ് ടഫാണോ? ആർക്കാ ടഫ്? ബുദ്ധി ഇല്ലാത്ത. ബുദ്ധിയുള്ളാക്കോ എന്തെളുപ്പം. അപ്പൊ മാത്സ് ഹാർഡ് വർക്ക് ചെയ്യണം എന്നാ എല്ലാരും പറയും. ആണോ അല്ലയോ? ഞാനങ്ങനല്ല പറയാം. സ്മാർട്ട് വർക്ക്. എന്താ ചെയ്യേണ്ടത്? സ്മാർട്ട് വർക്ക്. 28 into 32 മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇത് വേറെ ടെക്നിക്കാണ്. 32 32 - 28 28.
നിങ്ങൾ പഠിച്ച സംഭവങ്ങളും മാത്സിൽ പഠിക്കുന്ന സംഭവവും ഉപയോഗിക്കാനുള്ള മാർഗ്ഗം ഞാൻ പറഞ്ഞത്. നിങ്ങൾ പഠിച്ചതാണ്. ഈ നമ്പറിന്റെ പ്രത്യേകത എന്താ? 30 - 2 30 + 2 ആണ്. a - b × a + b = a² - b². അപ്പൊ 30² - 2². 30² എന്ന് പറഞ്ഞാൽ 900 -2² 4 896. മനസ്സിലായോ? എളുപ്പമാണോ അല്ലയോ? പ്രാക്ടീസ് ചെയ്യല്ല, കാണുന്നവരോടൊക്കെ ചോദിക്കാം. ഡു ഇഫ് യു ക്യാൻ. ചെയ്യാൻ പറ്റുമോ നോക്കാം. അങ്ങനെ പഠിച്ചു വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഇടപെടാതെ ചെയ്യും. കുറേ സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ ശീലിക്കണം. ശീലിക്കുമ്പോഴാണ് എളുപ്പം ചെയ്യാൻ പറ്റും. മാത്സ് ഈസ് നോട്ട് ഹാർഡ് വർക്ക്, ഇറ്റ് ഈസ് സ്മാർട്ട് വർക്ക്. ചോദിക്കേ, നിങ്ങൾ ചോദിക്കാണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഇപ്പൊ കെമിസ്ട്രിക്കുള്ള മെത്തേഡ് പറഞ്ഞു തന്നു ഇല്ലേ? മാത്സിൽ പറഞ്ഞു തന്നു. പിന്നെ നിങ്ങൾ പഠിക്കുന്ന ഫിസിക്സിലുള്ള ഏതെങ്കിലും ഒരു ചാപ്റ്റർ പറയും. സാധാരണ ഉള്ള മൊമെന്റം പഠിച്ചിട്ടുണ്ടോ? മൊമെന്റം എങ്ങനെയാന്ന് നിങ്ങൾ പഠിച്ചല്ലാണ്ട് അതിന്റെ കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റുമോ? എന്താണ് മൊമെന്റം? ഇങ്ങനെ ചടപടാതെ പറയാൻ പറ്റും, പക്ഷെ അതെന്താന്ന് മനസ്സിലായോ ശരിക്കും? മോനെ എന്നിട്ടേക്ക് ഇവിടെ വെക്ക്, അവിടെ വെക്ക് ബുക്ക്. ഇത് ചുമരാണ്. ചുമരനാണോ വെയിറ്റ് കൂടുതൽ, മാസ് കൂടുതൽ തനിക്കാണോ? ആർക്കാ മാസ് കൂടുതൽ, വെയിറ്റ് കൂടുതൽ? ചുമരനാണോ അയാൾക്കാണോ എന്നാ ചോദ്യം. ചുമരനല്ലേ? അപ്പൊ ഇയാൾ പതുക്കെ നടന്നു പോയിട്ട് ചുമരനെ പോയിട്ട് മുട്ട്. വല്ല ഇമ്പാക്റ്റ് ഉണ്ടായോ? ചുമര് പൊട്ടിയോ ഇയാളുടെ നെറ്റി പൊട്ടിയോ? ഒന്നും പറ്റിയില്ല. എന്താ കാരണം? ഇയാൾ അവിടെ എത്തുമ്പോഴത്തേക്കും വെലോസിറ്റി 0 ആക്കി. ഇനി ഓട്ടി വന്ന് ഇടിക്കാന്ന് വിചാരിക്കുക ചുമരില്. ചെയ്യണ്ട. എന്ത് പറ്റും? ചുമര് പൊട്ടോ തല പൊട്ടോ? എന്താ കാരണം? വെലോസിറ്റി കൂടിയപ്പോ മാസ് കുറഞ്ഞതിന് എന്ത് പറ്റി? ഇമ്പാക്റ്റ് ഉണ്ട്. ഇനി അതിനേക്കാളും മാസ് കുറഞ്ഞൊരു സാധനം, പക്ഷെ അതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് ഞാൻ അയക്കുകയാണ്. ബുള്ളറ്റാണ്. ബുള്ളറ്റിന് വെയിറ്റ് കുറവല്ലേ, പക്ഷെ ഞാൻ വെടിവെക്കുന്ന സമയത്ത് എന്ത് പറ്റും? അത് ഏതിനാ ഇമ്പാക്റ്റ് ഉണ്ടാവും? ചുമര് പൊട്ടോളൂ ഇല്ലേ? മാസ് ഇൻറ്റു വെലോസിറ്റി, അതിന്റെ ഇമ്പാക്റ്റ് മെഷർമെന്റ് ആണ് മൊമെന്റം. ഇങ്ങനെ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ പതുക്കെ പോയിട്ട് നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിന്റെ മുമ്പിൽ പോയിട്ട് ഇടിക്കണം, വല്ല കുഴപ്പമുണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. അതേ സമയത്ത് ട്രെയിൻ ഫാസ്റ്റ് ആയിട്ട് വരുന്നു, നിങ്ങൾ നിൽക്കുകയാണ് ഇല്ലേ? ഇമ്പാക്റ്റ് ഉണ്ടാവില്ലേ? അപ്പൊ മാസും വെലോസിറ്റിയും എങ്ങനെ റിലേറ്റ് ആയിരിക്കുന്നു, അതിന്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് പഠിപ്പിക്കുന്നതാണ് മൊമെന്റം. ഇങ്ങനെയൊക്കെയാണ് ഫിസിക്സ് പഠിക്കുന്നത്. ഇതെവിടെ പഠിക്കാം? ടെക്സ്റ്റ് ബുക്ക് നോക്കിയാലും ടീച്ചർമാർ പറഞ്ഞു തന്നാലും ചിലപ്പോൾ ഇത് കിട്ടില്ല. അതിനാണ് നിങ്ങൾ ഗൂഗിളിലൊക്കെ പോയിട്ട് തപ്പുക. പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് മൊമെന്റം. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇതെന്താ സംഭവം? എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ചോദിക്കാം. ChatGPT ഉണ്ട്, പൈലറ്റ് ഉണ്ട്, ജെമിനി ഉണ്ട്, കുറേ ടീച്ചർമാരുണ്ട് ലോകത്തിൽ. ലോകത്തിലെ ഏറ്റവും നല്ല ടീച്ചർ ആരാ? www.www.h വേർ, വെൻ, വാട്ട്, വൈ, ഹൗ ചോദിച്ചോണ്ടിരിക്കുക. കൃത്യമായിട്ടാണ് അല്ലേ? ഇതൊക്കെ പഠിക്കാൻ എൻ്റെ മക്കൾ എപ്പോഴാ പഠിക്കുന്നത്? ഇപ്പൊ തുടങ്ങുവിൻ. ആ എന്താ അടുത്തല്ലേ? ഞാൻ പഠിക്കാൻ പറഞ്ഞില്ലല്ലോ അല്ലെ? അസൈൻമെന്റ് തന്നില്ലല്ലോ. കുറെ പ്രാവശ്യം പഠിപ്പിച്ചതും ശ്രദ്ധയിട്ടില്ല. എല്ലാം നിങ്ങൾ പഠിക്കണം. തയ്യാറാവണം ഇപ്പോൾ തന്നെ. എന്തിന്? ആജ്ഞാശക്തിയായി മാറിയിടാൻ. നല്ല പോലെ പഠിക്കും. ഒരു ചീഫ് മിനിസ്റ്റർക്ക് എന്തൊക്കെ അറിയാമെന്ന് അറിയാം. നമ്മുടെ ധാരണ കുറേ എക്സ്പീരിയൻസും ഉണ്ടാകും.
അവർ ക്ലാസ്സിലെടുത്ത് പഠിച്ചുകൊണ്ടൊന്നല്ല, ആണോ? No. ഉമ്മൻചാണ്ടി, നിങ്ങളുടെ തൊട്ടടുത്ത ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ആൾ ഉമ്മൻചാണ്ടി ആയിരുന്നല്ലോ അല്ലേ? എൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് നടന്നിട്ടുണ്ട് 2 മണിക്കൂറോ 20 മിനിറ്റ് വിട്ടിട്ടേ ഇല്ല. എന്ത് കാര്യം ചോദിച്ചാലും ഉടനെ അതിനൊരു സംഭവത്തിന് സൊല്യൂഷൻ കണ്ടെത്തും. വലിയ കഴിവുള്ള മനുഷ്യൻ. അത് എക്സ്പീരിയൻസ് ആണ്. അറിവ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് വെറുതെ ആയിട്ട് കാര്യമില്ല. കുറേ വയസ്സന്മാരുണ്ട് ഉമ്മൻചാണ്ടിയെക്കാളും പ്രായമുള്ള, ഉണ്ടോ ഇല്ലയോ? അത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. So get knowledge, share knowledge, use that knowledge. A minus b to a plus b is equal to a square minus b. ഒരു ഗുണമില്ലെന്നേ ഏതോ ഒരാൾ പറയും. പിന്നെ ഗുണമില്ലാണ്ട് എത്രയും കാലം പഠിപ്പിക്കണേ എന്നാ നമുക്കൊന്ന് അന്വേഷിക്കാം, കണ്ടെത്താം. അങ്ങനെ ഒരു 100 ചോദ്യമാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. 101 ചോദ്യങ്ങൾ കൊണ്ടൊരു സിനിമയുണ്ട്, കണ്ടോ? എന്നിട്ട് എന്താ കാര്യം? കാണണം. എല്ലാ സിനിമയും കാണും. സിനിമ കാണും, ഗുണമുള്ളത് കാണും. അതിൻ്റെ അകത്തുനിന്ന് ഒരു എന്തോ ഒരു മെസ്സേജ് നമുക്ക് കിട്ടാൻ, അത് ഏറ്റെടുക്കണം. അതാണ് വേണ്ടത്. ഗേൾസിനാണോ ബുദ്ധി കൂടുതൽ, ബോയ്സിനാണോ? ആർക്കാ? സമ്മതിച്ചോ? ഗേൾസ് ഒന്നും മിണ്ടുന്നില്ല. ആരാ സ്മാർട്ട്? നോക്കാം. 3 ഗേൾസ് 3 ബോയ്സ് സ്മാർട്ടായിട്ടുള്ളവർ. ഏറ്റവും സ്മാർട്ടായിട്ടുള്ളവർ ഓടി വരും. ഒരു നല്ലൊരു കഥയും കൂടി പറയാം. നമ്മൾ സാധാരണ പറയാം അമേരിക്കക്കാരാണ് ഏറ്റവും ബുദ്ധിയുള്ള ആൾ, ആണോ അല്ലയോ? ഏറ്റവും മണ്ടന്മാരെന്നുള്ളതിന് കുറേ കഥ പറയുള്ളത് സിഖുകാരെ കുറിച്ചാണ്. സർദാർജി ജോക്സ് അല്ലേ? അവരെല്ലാവരും കൂടി തീരുമാനിച്ചു നമുക്ക് ബുദ്ധി ഉണ്ടെന്ന്. ആരുടെ സർട്ടിഫിക്കറ്റ് മേടിക്കണം? അമേരിക്കൻ പ്രസിഡന്റ്. എന്നിട്ട് അവരെല്ലാവരും കൂടിയിട്ട് ഏറ്റവും ബുദ്ധിയുള്ള ഒരു സർദാർജിയെ ഇങ്ങോട്ട് അയച്ചു. എവിടെയാ പോണ്ടത്? അമേരിക്ക എവിടെ? വാഷിങ്ടൺ DC ക്യാപിറ്റൽ എന്ന് ഇപ്പൊ പറഞ്ഞതല്ലേ മണ്ടൂസുകളെ. പിന്നെ എന്തിനാ അത് പഠിക്കണേ? USA ക്യാപിറ്റൽ ഏതാ? അപ്പൊ ഇവിടെ പറഞ്ഞു വെച്ചു വാഷിങ്ടൺ DC പറഞ്ഞു. അവിടെ ഇറങ്ങിയിട്ട് ഒരു ടാക്സി പിടിച്ചിട്ട് വൈറ്റ് ഹൗസിലേക്ക് പോയി. വൈറ്റ് ഹൗസിലാണ് പ്രസിഡന്റ് ഉണ്ടാവും. ആ പോണ വഴിക്ക് ടാക്സിക്കാരൻ ആരായിരുന്നു? ഒരു സർദാർജി. ഓക്കെ, എന്തിനാ പോണ വെച്ചു? അത് പറയാൻ പറ്റില്ല, വലിയ സീക്രട്ടാണ്. അതാ ഞാനും സർദാർജി അല്ലേ, നിങ്ങൾ പറഞ്ഞൂടെ? ഞാൻ ഹെൽപ്പ് ചെയ്യാം നല്ലതൊക്കെ ഉണ്ടെങ്കിൽ. എന്നാൽ ശരി, നിങ്ങൾ സർദാർജി ചെയ്തുകൊണ്ട് ഞാൻ പറയാം. സർദാർജിമാർക്ക് ബുദ്ധിയില്ല എന്നാണ് സാധാരണ കഥ പറയുന്നത്. സർദാർജി ജോക്സ് കൊണ്ട് കുറേ ബുക്സ് അവൈലബിൾ ആണ്. ബുദ്ധി ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നാം പോകുന്നത്. അപ്പോൾ ഈ സർദാർജി ചോദിച്ചു, ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോയിക്കോ, അല്ലെങ്കിൽ അവിടുന്ന് ബുദ്ധി ഇല്ല എന്നുകൊണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യും? പിന്നെ തിരിച്ച് പോകാനും പറ്റില്ല. എന്നൊരു ചോദ്യം ചോദിക്കാം, ചോദിച്ചോളാം. എന്തായിരുന്നു ചോദ്യം? ഹൂ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് മൈ വൈഫ്? ആര് ചോദിച്ചു? ടാക്സിക്കാരൻ. ആരോട് ചോദിച്ചു? ബുദ്ധിയുള്ള സർദാർജി. ഹൂ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് മൈ വൈഫ്? ഇയാൾക്ക് അതിന്റെ ഉത്തരം കിട്ടുന്നു. എനിക്കറിയില്ല, യു ടെൽ മീ. അപ്പൊ അയാൾ പറഞ്ഞു, ഐ ആം ദ ഹസ്ബൻഡ് ഓഫ് മൈ വൈഫ്. എന്നാ ശരി, ഞാൻ തിരിച്ചു പോവാം. ഈ ചോദ്യത്തിന് ഉത്തരം അറിയുന്ന സർദാർജിയെ ഞാൻ അയക്കാം. ഒരു ചോദ്യം കിട്ടും, ടഫായിട്ടുള്ള ചോദ്യം. അയാൾ എല്ലാരെയും വിളിച്ചിട്ട് ചോദിച്ചു ഒരു ചോദ്യം, ഹൂ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് മൈ വൈഫ്? ആർക്കും കിട്ടില്ല. ദ ടാക്സി ഡ്രൈവർ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് മൈ വൈഫ്. നിങ്ങൾ ഇങ്ങനെയാ പഠിക്കണേ. ആരോ പറഞ്ഞു തരുന്നല്ലാതെ അല്ല ലോജിക്ക് ആലോചിക്കുന്നില്ല. ബുദ്ധി വേണം. ബുദ്ധി ഉണ്ടോ? സ്മാർട്ടാണോ? 3 സ്മാർട്ട് ഗേൾസ് 3 സ്മാർട്ട് ബോയ്സ്. കമോൺ, കം ഫാസ്റ്റ്. നല്ല ഉറപ്പുള്ള ആൾ. കീപ് ദ ബുക്ക് ദർ. ബുക്കൊന്നും ആവശ്യമില്ല. വരൂ. എത്ര മടി. ഒരു കളിയാണ്, തമാശ. പെണ്ണായിട്ട് ആരും ഇല്ല ഇവിടെ. സംശയം ഉണ്ടെങ്കിൽ പോയി നോക്കാം എവിടെയെങ്കിലും. കോൾ. നിങ്ങൾ 2 പേര് ഏതെങ്കിലും ആണായിട്ട് തോന്നുന്നവരെ വിളിക്ക്. ആണായിട്ട് വല്ലവരും ഇവിടെ ഉണ്ടെങ്കിൽ. ആണാന്നൊക്കെ പറഞ്ഞ് നടക്കും, പക്ഷെ കൊള്ളില്ല. മേക്ക് എ സർക്കിൾ. നിങ്ങൾ കൈ പിടിച്ചൊരു സർക്കിൾ ആവും. ഗോ ഫാസ്റ്റ്. അവിടെ നിൽക്കുന്നതിനേക്കാൾ ആ ബുക്ക് എന്നിട്ട് സ്ട്രോങ് ആയിട്ട് പിടിക്കണം. കൈ വിടരുത്. ഓക്കെ.
ആ പൊസിഷനിൽ നിന്ന് ആദ്യം റൗണ്ട് ആവാൻ വേണ്ടി പിടിച്ചിട്ട് അതുപോലെ മാറും. കൈ വിടാം. ഉള്ളിലോ താഴത്തോ ജമ്പ് ചെയ്തിട്ടോ എന്ത് വേണമെങ്കിലും ആവാം. കുറച്ചുകൂടെ മാറാൻ അതുകൊണ്ടാ പറഞ്ഞത്. ആ എണ്ണ മാറ്റി വെക്ക്. ആ വിളക്ക്. വണ്ടർഫുൾ. ബുദ്ധിയുള്ളവരുടെ കൂടെ എന്ത് പറ്റും നോക്കാം. ബാക്കിയുള്ളവർ ഇതേപോലെ തിരിച്ചു. Another 3 girls come here, come out. വേഗം വരണം പറഞ്ഞു കഴിഞ്ഞാൽ. Jump. 3 girls come out. ഇത് എന്ത് വർഗങ്ങളാണ്? Come, all of you come here. All of you come. All the girls. ആരാണ് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് നോക്കാം. അടിക്കിട്ടും 3 പേര് അങ്ങനെ കാണാവുന്ന. Make your group. Go. Don't see. ഈ 3 പേര് സെപ്പറേറ്റ്. ഈ 3 പേര് സെപ്പറേറ്റ്. ആരും ബാറ്റ്സ്മാൻ ഇല്ല. Join 3. Go and catch somebody there. എടാ മുമ്പേ ഇല്ലേ? ഞാൻ നീ തിരിക്കരുത്. എന്നാ നീ തിരിക്കരുത്. 3 ടീച്ചേഴ്സ്. അതേപോലെ ചെയ്ത പോലെ എല്ലാവരും ബാക്കിലോട്ട് നോക്കി നിൽക്കണം. ഇല്ലേ? Now what you do is just hold the hand. Turn. Hey, no. ആരും ചെയ്യണ്ട. Turn little bit. Turn. ഇങ്ങോട്ട് വാ. ഇതിന്റെ ഉള്ളിലൂടെ അപ്പുറത്ത് കൂടെ ഇങ്ങോട്ട് തിരിച്ചിടാത്തിരിക്കും. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. ഇങ്ങോട്ട് പിടിക്കും. ഇങ്ങോട്ട് തിരിച്ച് നേരെ കൂടെ. Just go. Come through this. നീ തിരിഞ്ഞു നിൽക്ക്. അങ്ങനെ തിരിഞ്ഞാ പോരെ. അങ്ങോട്ട് തിരിഞ്ഞു അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കടാ. ഒരു മിനിറ്റ്. Don't leave it. നീ തിരിഞ്ഞാ പോരെ. നേരെ തിരിഞ്ഞേക്കാൻ തിരിഞ്ഞു
പക്ഷെ ആദ്യം 3 പേര് ചെയ്തു, 4 പേര് ചെയ്തു, അപ്പൊ ട്രിക്ക് പഠിച്ചു. ഇല്ലേ? അപ്പൊ വലിയ പ്രോബ്ലത്തെ എന്ത് ചെയ്യണം? ചെറുതാക്കി ചെറുതാക്കി സോൾവ് ചെയ്ത് then you build your method. ഇനി നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴോ സൈക്കോളജി ബുദ്ധിമുട്ടോ? പഠിച്ചില്ലെങ്കിലോ വലിയ ബുദ്ധിമുട്ടാണ്. But if you know the trick, it becomes so simple. If you don't know the trick, it becomes so simple. So learn the trick. Learning is trick. After trick,